കാണാമല്ലോ അല്ലേ? ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കർക്കിടകത്തിലൂടെയാണ് നമ്മൾ കടന്നത്. ഒത്തിരി വിശേഷതകളുള്ള ഒരു മാസം, പ്രത്യേകിച്ച് ആയുർവേദവുമായിട്ട് ചേർന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കർക്കിടകത്തിലെ സമഗ്ര ആരോഗ്യത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ദേവി മാമാണ്. ദേവി മാം ആയുർവേദ ഡോക്ടറാണ്. അതിനേക്കാളൊക്കെ ഉപരി മാനസികമായ തലങ്ങളിലൊക്കെ ഒത്തിരി ചിന്തകൾ, ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിലൊക്കെ പല ക്ലാസ്സുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് സമഗ്ര ആരോഗ്യം കർക്കിടകത്തിൽ എന്ന വിഷയത്തെ കുറിച്ച് ദേവി നാരായണൻ മാമിൽ നിന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ദേവി മാമിക്കും. ദേവി മാം, യു ആർ വെൽക്കം. നമസ്തേ. ഈ പ്ലാറ്റ്ഫോമില് ഒരു ആയുർവേദത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കർക്കിടകത്തിലെ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ ആദ്യം ഇതിന്റെ സാബു സാറിനോടും ബാക്കി ഇതിലെല്ലാവരോടും നന്ദി പറയാണ്. പിന്നെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളിയെ സംബന്ധിച്ചും വളരെ പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാസമാണ്. കർക്കിടകത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ എല്ലാവരും അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്താണ്? അതാണല്ലോ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇത് ചെയ്യുന്നു? ഇപ്പൊ കർക്കിടക മാസത്തിൽ നമ്മൾ പുറത്ത് നോക്കുക, പ്രകൃതിയെ നിരീക്ഷിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് എപ്പോഴും മഴയാണ്. എപ്പോഴും പെയ്യുന്ന മഴയാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത. കറുത്ത ആകാശം, നിരന്തരമായിട്ടുള്ള മഴ. അങ്ങനെ നമ്മൾക്ക് ഒരു ഇടവപ്പാതി തുടങ്ങി, അതായത് നമ്മളൊരു ജൂൺ 1-ാം തീയതി ഒക്കെ തുടങ്ങി ഇടവത്തിന്റെ പകുതിയും മിഥുനമാസവും പൂർണ്ണമായും കഴിഞ്ഞ് ഈ ഒരു 1.5 മാസം, അതായത് 45 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ കർക്കിടക മാസം വരുന്നത്. ശരിക്കും ആ സമയത്ത് തന്നെ മനുഷ്യ ശരീരം മഴയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാ തരത്തിലും ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അതിന് പര്യാപ്തമാവും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്ക് അതിന് സാധിക്കില്ല. ഇത്രയൊക്കെ മഴ, 1.5 മാസത്തെ മഴ പ്രകൃതിയിൽ വന്നാലും ആ മഴയോട് അല്ലെങ്കിൽ ആ പ്രകൃതിയോട് ഇണങ്ങാൻ, ആ പ്രകൃതിയിലേക്ക് യോജിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ കർക്കിടക മാസത്തില് അത് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് കർക്കിടക മാസത്തിലെ ബുദ്ധിമുട്ടുകളുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ വളരെയധികം അഡാപ്റ്റഡ് ആയി കഴിഞ്ഞുവെങ്കിൽ പിന്നെ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ ഈ ചിലവർക്ക് ചില ബുദ്ധിമുട്ടുണ്ട്, ചിലവർക്കില്ല എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എങ്ങനെ ഈ സാഹചര്യത്തിനോട് ഇടപെടുന്നു, എങ്ങനെ അതിനോട് യോജിച്ചു പോകുന്നു, എങ്ങനെ അതിനനുസരണമായിട്ട് വേണ്ട മാറ്റങ്ങൾ ശരീരത്തിൽ വരുത്തുന്നു എന്നതിനനുസരിച്ചാണ്. ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ 1.5 മാസമായിട്ട് മഴ പെയ്തു. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മഴക്കാലം മാറി അടുത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് മഴക്കാലത്തിന്റെ അവസാനവും കർക്കിടക മാസത്തോടു കൂടി തന്നെയാണ് തീരുക. ഈ കർക്കിടക മാസം തീരുന്നതോടുകൂടി നമ്മൾ ഈ മഴക്കാലത്തിൽ നിന്നും അടുത്ത ഋതുവിലേക്ക് അല്ലെങ്കിൽ അടുത്ത കാലാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനു വേണ്ട ശ്രദ്ധകളും കൂടെ കർക്കിടക മാസത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ കാഴ്ചപ്പാടില് മലയാളികൾക്കെല്ലാം അറിയാം, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ഞമാസമാണ്. അതായത് പണ്ട് എപ്പോഴും ഇങ്ങനെ മഴ പെയ്യുക, ജോലി, അതായത് അന്നത്തെ കാർഷിക വൃത്തികൾ വേണ്ട പോലെ ചെയ്യാൻ പറ്റാതിരിക്കുക, ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വരുമാനത്തിലെ കുറവുകള്, ആഹാര സാധനങ്ങളുടെ ലഭ്യത കുറവ്. അത് പണ്ട് കാലത്ത് കർക്കിടക മാസത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കഞ്ഞി, ചമ്മന്തിയും ചുട്ടുപപ്പടവും, അല്ലെങ്കിൽ കഞ്ഞിയും പുഴുക്കും ചുട്ടുപപ്പടവും ഒരു അച്ചാറും. അല്ല കുറച്ചും കൂടി വിഭവസമൃദ്ധമാണെങ്കിൽ പണ്ട് വേനൽക്കാലത്ത് ഉണക്കി വെച്ചിട്ടുള്ള കൊണ്ടാട്ടങ്ങളൊക്കെ ഒന്ന് വറുത്തതും കൂടി ആയാൽ ആ മാസം സുഭിക്ഷമായി എന്നാണ് നമ്മൾ പറയാം. അതേപോലെ തന്നെ ആ മാസത്തിൽ പ്രത്യേകിച്ചൊരു പുറമേ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ടതൊന്നും കിട്ടില്ല. അപ്പൊ പ്രകൃതിയിലെ ഓരോ വിഭവങ്ങളെയും എങ്ങനെ യോജിപ്പിച്ച് ശരീരത്തിന് അനുഗുണമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പൊ പഞ്ഞമാസം ആയതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ പ്രകൃതിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകം കൂടിയാണ്. ഇന്ന് നമുക്ക് സാധിക്കാത്തത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയൊരു കാര്യം കൂടിയാണ്. പ്രകൃതിയെ മഴക്കാലമായാലും വേനൽക്കാലമായാലും നമുക്ക് സ്വിഗ്ഗി തരുന്നതൊക്കെ നമ്മൾ കഴിക്കും. അപ്പൊ പഞ്ഞമാസമായാലും അതിന് വ്യത്യാസമൊന്നുമില്ല.
പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ പഞ്ഞമാസാണ്. അതിനു പുറമെ തന്നെ നമ്മുടെ പ്രകൃതി ഇന്ന്, പണ്ട് പ്രകൃതിയിൽ മഴ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഭയാനകമായ വേറെ ഒരുപാട് കാര്യങ്ങളും കൂടിയുണ്ട്. ഇന്നത്തെ മഴ മുമ്പുള്ളേക്കാൾ വളരെ ശക്തമാണ്. ഇപ്പൊ നമുക്കറിയാം, കുറച്ചു സമയം മഴ പെയ്യും, ആ മഴ അതിശക്തമായിട്ട് പെയ്യും, അത് കഴിഞ്ഞ് സ്വിച്ച് ഇട്ട പോലെ നിൽക്കും, അത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിലൊക്കെ വരും, ആ വെയിൽ വരുമ്പോൾ നല്ല ചൂടുണ്ടാവും, വീണ്ടും പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് മഴ പെയ്യും. ഞാൻ പതുക്കെ പതുക്കെ ചാറി ചാറി വന്ന് ശക്തമായ മഴ പെയ്ത് അങ്ങനെയല്ല ഇപ്പൊ ഈ 3-4 വർഷമായിട്ട് കാണുന്നത്. നേരെ മറിച്ച് പെട്ടെന്നൊരു മഴ പെയ്യണു, വളരെയധികം വെള്ളം അതിശക്തിയായിട്ട് പ്രകൃതിയിലേക്ക് വരുന്നു, അതോടുകൂടി അത് നിൽക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് കൂടെ നമ്മുടെ ശരീരത്തിന് അതിനെ താങ്ങാൻ പറ്റായ്ക വരുന്നത്, അതേപോലെ ഇമ്മീഡിയറ്റ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു ഉഷ്ണം, ആ വെയിൽ ഉഷ്ണം വരുന്നു, അപ്പൊ നമ്മൾ വിയർക്കുന്നു. ഇങ്ങനെ കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ നമുക്ക് ഒരുപാട് ഇപ്പോ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിത കാര്യങ്ങളിലെ, ജീവിതചര്യകളിലെ, ജീവിതത്തിന്റെ നമ്മുടെ ആ ഒരു ഫ്ലോ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോ ഈ മഴക്കാലം വരുമ്പോ എങ്ങനെയാണ് ഓരോരുത്തരും മഴക്കാലത്തിനെ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ പേടിക്കുന്നത്? കുട്ടികളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അവര് വെള്ളം എങ്ങനെ ചവിട്ടിത്തെറിപ്പിച്ച് മേലാക്കാം, എങ്ങനെ മഴ നനയാം, എങ്ങനെ വെള്ളത്തിൽ കളിക്കാം എന്ന് വളരെ നിഷ്കർഷയോട് കൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ നമ്മൾ പറയും നമ്മുടെ കുട്ടിക്കാലത്ത് കുടയില്ലാത്തതുകൊണ്ടാണ്, തോട്ടിൽ കൂടെ നടക്കേണ്ടതുകൊണ്ടാണ് എന്നൊക്കെ. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല, നേരെ റോട്ടിൽ നിന്ന് വാനിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കും. പക്ഷെ ഉടനെ അവർ ചെയ്യുന്നത്, നമ്മൾ കുറച്ചു നേരം റോട്ടിൽ നോക്കിയറിയാം, ഉടനെ ആ വെള്ളക്കെട്ട് എവിടെയെങ്കിലും കുറച്ചപ്പുറത്തുണ്ടെങ്കിൽ അവിടെ പോയി 2 ചവിട്ടിയിട്ട് തിരിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ കൊടയൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുക്കും, അവരൊന്ന് തിരിച്ചു പിടിച്ച് മഴ കൊള്ളും. അപ്പൊ ഈ മഴവെള്ളം അല്ലെങ്കിൽ പ്രകൃതി അവർ ആസ്വദിക്കുകയാണ്. അത് സത്യത്തിൽ വേണ്ടതുമാണ്. കാരണം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് അകന്ന് എപ്പോഴും ഒരു കൂട്ടിൽ ഇരിക്കാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് ആരോഗ്യത്തിന് വേണ്ടതുമല്ല. പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരം മാറണം, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യവും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെയാണ് രോഗപ്രതിരോധത്തിന് ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടാലും നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ വരാതിരിക്കണം, ക്ഷീണം വരാതിരിക്കണം, ആ ഉത്സാഹം നിലനിൽക്കണം, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ എപ്പോഴും പറയും, മഴക്കാലം എന്നത് ജോലിക്കാരെ സംബന്ധിച്ച്, പണിയെടുത്ത് കുടുംബം പോറ്റുന്നവരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ കാര്യവും ജോലി ഇല്ലാത്തവർക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ജോലിക്കാർക്ക് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും പുറത്തു പോയേ പറ്റൂ, ജോലി ചെയ്തേ പറ്റൂ, സമ്പാദിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് മാത്രമേ നമുക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നേരെ മറിച്ച് ജോലിയില്ലാതെ മടിയന്മാരായിട്ട് ഇരിക്കുന്നവർക്ക് പുറത്ത് നല്ല മഴ, മറ്റ് വീട്ടില് സുഭിക്ഷമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം, നന്നായി പുതച്ചു മൂടി കിടന്നുറങ്ങുക, ഇങ്ങനെയൊക്കെ വരുമ്പോ അത് ഏറ്റവും സുഖകരമായ ഒരു കാലമാണ്. അപ്പൊ ഓരോരുത്തർക്കും മഴക്കാലം ഓരോ തരത്തിലാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടില് ഓരോ തരത്തിലാണ് അത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തിനെ കുട്ടികൾ ആസ്വദിക്കുന്നു, ചെറുപ്പക്കാര് വളരെ ദുഃഖത്തോടു കൂടി പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു, അതേപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സിന്റെയും കൂടെ കാലാണ് മഴക്കാലത്ത്. പ്രത്യേകിച്ചും ഹ്യൂമിഡിറ്റി ധാരാളമുള്ള അന്തരീക്ഷം ഉണ്ടാവുക. അങ്ങനെ ഹ്യൂമിഡിറ്റി ധാരാളമുള്ള അന്തരീക്ഷം ഉണ്ടാവുമ്പോ തന്നെ ചെറിയ നമ്മൾ ഈ തണുപ്പത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ഡിപ്രഷൻ, വിന്റർ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹ്യൂമിഡിറ്റി കൊണ്ട് ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു ഡിപ്രഷൻ ചെറിയ തോതിൽ എല്ലാവർക്കും കാണാറുണ്ട്. അത് ഈ മേഘാവൃതമായ അന്തരീക്ഷം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. അതിന് പുറമെ വേറൊരു ഘടകം എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഇവിടെയുള്ള വ്യക്തികൾക്ക് ജോലിക്ക് പോകുമ്പോൾ നമ്മള് യാത്ര ചെയ്ത് പോവാണെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ സമയത്ത് എത്താൻ പറ്റുമോ, കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ഒരു നിശ്ചിത സമയം കൊണ്ട് നമ്മൾ എത്തിയിരുന്ന ദൂരം ഇന്ന് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോ തിരിച്ചു വരുമ്പോഴേക്കും എന്തായിരിക്കും, പകുതിയിൽ വെച്ച് കളക്ടർ ലീവ് പറയുമോ, അല്ലെങ്കിൽ മഴ കൂടുതൽ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെത്താൻ പറ്റുമോ, ഇങ്ങനെയുള്ള അനവധി ആധികൾ നമ്മളെ സ്വാഭാവികമായിട്ടും വേട്ടയാടുന്ന ഒരു കാലാണ്. അതിന് പുറമേയുള്ള ഒരു വലിയ ഘടകമാണ് വീട്ടില് വയസ്സായവരെ വീട്ടിലാക്കി പോകുമ്പോൾ അവർക്ക് വേദനകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മഴക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും
ചെറിയ ചാറ്റൽ മഴയുണ്ടാവും, വീടിന്റെ അകത്തേക്ക് ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ എന്താ പറയാ വരാന്തകളിലൊക്കെ വന്നിട്ടുണ്ടാവും, തെന്നി വീഴുവോ, അല്ലെങ്കിൽ അവര് പുറത്തേക്ക് എങ്ങാനും ഇറങ്ങുവോ, അവർക്ക് വേദനകൾ വരുമോ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ആധികളോട് കൂടിയാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. അതിനും പുറമെ ഏറ്റവും കൂടുതൽ വേറൊരു ബുദ്ധിമുട്ട് വരുന്നത്, ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോൾ ഒന്നിനോട് വിരുദ്ധമാവണം. ജോലി സമയത്ത് എത്തണമെങ്കിൽ നേരത്തെ പോകണമെങ്കിൽ വീട്ടിൽ വയ്യാത്തവരാകുമ്പോൾ സാമാന്യം പോണേക്കെ കുറച്ചുകൂടി വൈകി പോയാലാണ് ഇപ്പുറത്തെ സൗകര്യം കിട്ടുക. ഇങ്ങനെ കുടുംബത്തിന്റെ ആനുകൂല്യങ്ങളുടെ ബുദ്ധിമുട്ടുകള്, പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകള്, അതേപോലെ തന്നെ ജോലി സ്ഥലത്തുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഇതേപോലെ പലതും ഉണ്ടാവും. ജോലിക്ക് അനുസരിച്ച് അത് വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോടൊക്കെ പൊരുത്തപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് സ്ട്രെസ് അറിഞ്ഞോ അറിയാതെയോ ഓരോരുത്തരും മഴക്കാലത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോ സമയം എന്നുള്ളതിനെ പാലിക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകള്, ഇതൊക്കെയാണ് അതിന് വലിയൊരു ഘടകം വരുന്നത്. പിന്നെ വയസ്സായവരെ സംബന്ധിച്ച് മഴക്കാലം എന്ന് പറയണത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. കാരണം അവരുടെ പുറത്തു പോക്ക്, അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഏറ്റവും കൂടുതലായിട്ടിരിക്കണം. കാരണം അവർ സ്വാഭാവികമായിട്ടും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോവും, സമപ്രായക്കാരായിട്ട് സംസാരിക്കും, അവരുടേതായ ഒരു ലോകത്ത് കുറെ നേരം അവരിയ്ക്കും. മഴ പെയ്യുന്നതോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കാതെയാവും. ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിതരാവും. അതോട് കൂടിയിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്നും പറ്റണില്ലല്ലോ, എനിക്ക് ജോലി ചെയ്യാൻ പറ്റണില്ലല്ലോ, യൂസ്ലെസ് എന്നൊരു ഫീല് അറിഞ്ഞോ അറിയാതെയോ അവരിൽ വരും. അതോടുകൂടി തന്നെയാണ് ഇത്തരം വാതരോഗങ്ങൾ അല്ലെങ്കിൽ വേദനകള്, ജോയിന്റ് പെയിൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രായത്തിൽ വീണ്ടും കൂടുതലായിട്ട് വരും. അപ്പൊ അവരെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള വേദനകള്, ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകള്, സാമൂഹികമായിട്ട് സമപ്രായക്കാർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ വരുന്ന നിയന്ത്രണങ്ങള്, ഇതൊക്കെ വരുമ്പോൾ വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. എന്നാൽ കർക്കിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും സന്തോഷം കർക്കിടകത്തിലെ ഞായറാഴ്ചകളെ കുറിച്ചാണ് കുട്ടികളൊക്കെ ധാരാളമായിട്ട് പറയാം. ഇന്നൊക്കെ ഓരോ കുട്ടികളും നാളെ ലീവ് ഉണ്ടോ, കളക്ടറുടെ പേജിലാണ് മിക്കവാറും എല്ലാ കുട്ടികളും ഇരിക്കും. കാരണം അവർക്ക് നാളെ രാവിലെ നേരത്തെ എണീക്കണ്ട, സുഖമായിട്ട് കൂടുതൽ നേരം കിടന്നുറങ്ങാൻ പറ്റും. അപ്പൊ വളരെ സുഖകരമായി പുതച്ചു മൂടി കിടന്നുറങ്ങുക എന്നുള്ളതാണ് കർക്കിടകത്തില് അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും സുഖമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒന്നുള്ളത് നാവിന്റെ മോഹങ്ങളാണ്. നല്ല മഴ പെയ്യുമ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുക. നാവിന് നല്ല സുഖാണ്, വയറിന് സുഖാവോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ മോഹങ്ങൾ എന്ന് പറയണത് എപ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും ചൂടുള്ള സാധനങ്ങൾ കഴിക്കുക, കുറിക്കുക, എപ്പോഴും ഒരു തരത്തില് വിശപ്പ് അനുഭവപ്പെടും. ഇത് റിയൽ വിശപ്പാണോ അല്ലെങ്കിൽ ഇത് നമുക്കുള്ള വിശപ്പാണോ ചോദിച്ചാൽ പലപ്പോഴും അല്ല. ഇതൊരു സ്യൂഡോ അപ്പറ്റൈറ്റ് ആണ്, നാവിന്റെ മോഹമാണ്, വയറിന്റെ വിശപ്പല്ല. അതും ഇതൊക്കെ കഴിക്കാനുള്ള മോഹം വരും. പക്ഷെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ മോഹങ്ങൾ കഴിക്കാനുള്ള തോന്നലുകൾ വരുമ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറില് അല്ലെങ്കിൽ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ക്രമേണ അത് ദഹന ബുദ്ധിമുട്ടുകളായിട്ട് വരും. വയറുവേദനകളാവാം, ചിലപ്പോൾ ഛർദിയായിട്ട് മാറാം, ചിലപ്പോൾ വയറിളക്കമായിട്ട് മാറാം, ചിലപ്പോൾ വയറിന്റെ ബുദ്ധിമുട്ടുകളായിട്ട് തന്നെ നിലനിൽക്കാം. അങ്ങനെ അത് പല തരത്തിലേക്ക് ആ ഒരു ദഹന വ്യവസ്ഥയിൽ നിന്ന് മറ്റുള്ള ഒരു എന്താ പറയാ സിസ്റ്റമിക് ഡിസീസസ് ആവാം, ഇല്ലെങ്കിൽ അത് ദഹനത്തിന്റെ തന്നെ പോരായ്മകളായിട്ട് കുറെ കാലം നിൽക്കുകയാണെങ്കിൽ പിന്നീട് കുറെ നാള് ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തൊക്കെ കഴിച്ചാലും നമുക്ക് ദഹിപ്പിക്കാൻ വേണ്ടത്ര പറ്റാതെയാവും. എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും വേണ്ടത് ദഹിക്കുന്നില്ല, വയറിന് പിടിക്കുന്നില്ല എന്നിട്ട് നമ്മൾ ആ സാധനത്തിനെ കുറ്റം പറയും. പക്ഷെ ആ സാധനം നമ്മൾ എപ്പോ ഉപയോഗിച്ചു, എത്ര അളവിൽ ഉപയോഗിച്ചു, എങ്ങനെ ഉപയോഗിച്ചു, മഴക്കാലത്ത് ഒരു വിശപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, എന്നാൽ സത്യമായിട്ട് വിശപ്പില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് ഒരിക്കലും തിരിച്ചറിയാതെ ആ സാധനം കഴിച്ചപ്പോൾ മുതലാണ് എനിക്ക് പ്രശ്നം വന്ന് എന്നാണെന്ന് പറയാം. ഇപ്പൊ പല രോഗികളും നമ്മളെ കാണാൻ ക്ലിനിക്കിൽ വരുമ്പോൾ അവർ പറയും, ഡോക്ടറെ ഞാൻ അന്ന് ആ വട കഴിച്ചതിന് ശേഷം എനിക്ക് വയറുവേദനയാണ്, ഇപ്പോഴും അത് ശരിയായിട്ടില്ല, എന്തെങ്കിലും കഴിച്ചാൽ വയറിന് ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷെ ആ വടയാണോ കുഴപ്പം? എന്റെ കൂടെ ഉണ്ടായിരുന്നവർ കഴിച്ചു, പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല, എനിക്കും മാത്രം എന്താ ഡോക്ടറെ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കും. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് എന്നെ മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് എനിക്ക് വിശപ്പ് തോന്നി, ഞാൻ കഴിച്ചു, അതിനെ എനിക്ക് പൂർണ്ണമായിട്ടും ദഹിപ്പിക്കാൻ പറ്റിയില്ല.
എങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാവണം ഇന്നലത്തെ ഭക്ഷണം ഞാൻ കഴിച്ചപ്പോൾ ശരിയായിട്ടില്ല. ഉടനെ തന്നെ അതിന് എന്ത് പ്രതിവിധി ചെയ്യണമെന്ന് അപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മോചനം കിട്ടും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? സാരില്ല എന്ന് വെച്ച് കുറെ അങ്ങ് നീട്ടിക്കൊണ്ടുപോയി കുറെ നാൾ കഴിഞ്ഞ് മരുന്നുകൾ കഴിക്കുമ്പോൾ അത് കൂടുതൽ കാലം മരുന്ന് കഴിക്കേണ്ടി വരും. രോഗങ്ങള് കുറച്ചും കൂടിയൊക്കെ ഡീപ്പറായിട്ട് ബാധിക്കും. ചിലപ്പോൾ ദഹന വ്യവസ്ഥയിൽ മാത്രം നിൽക്കില്ല, വേദനകളായിട്ട് മാറാം, തലവേദനയായിട്ട് മാറാം, ഉറക്കത്തിന്റെ പ്രശ്നങ്ങളായിട്ട് മാറാം. ഇങ്ങനെ അതിനെ പലതരത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അപ്പൊ കർക്കിടക മാസത്തിന്റെ ശരീരത്തിലെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ദഹനം ഉണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ശരിയായിട്ടുള്ള ദഹനം ഉണ്ടാവില്ല. പിന്നെ ശരീരത്തിന്റെ ആരോഗ്യക്കുറവ് അല്ലെങ്കിൽ ബലക്കുറവ്. അതായത് നമുക്ക് ബലം എന്ന് പറഞ്ഞാൽ കായിക ബലം മാത്രമല്ല, ശരീരത്തിന്റെ ധാതുക്കൾ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ തലത്തില് വളരെ എന്താ പറയാ, ഓരോ സെല്ലുകളുടെയും തലത്തിലേക്ക് വരെ ബലക്കുറവ് നമുക്ക് ബാധിക്കും. അതായത് ശരീരത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ള ഉള്ളിൽ നിന്നുള്ള ശക്തിയാണ് കുറയണം, അല്ലാണ്ട് നമുക്ക് സാധനം എടുക്കാൻ കയ്യിലും ബലക്കുറവല്ല. ജനറലി ശരീരം വീക്കാവും. പിന്നെ ഉണ്ടാവുന്നത് പ്രതിരോധം, ഇമ്മ്യൂണിറ്റി. അത് ഇന്നത്തെ കാലത്ത് വളരെ എന്താണ്. അപ്പൊ ഈ കർക്കിടക മാസത്തിൽ പൊതുവെ തന്നെ ഈ ഹ്യൂമിഡിറ്റി കൊണ്ട് അല്ലെങ്കിൽ പുറമേയുള്ള ഏജൻസിന്റെ, അതായത് വൈറസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈർപ്പത്തില് നന്നായി പെരുകും. നമ്മുടെ വെള്ളത്തില് അങ്ങനെയുള്ള ഈർപ്പമുള്ള അന്തരീക്ഷം അവർക്ക് വളരെ അനുഗുണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ അനുഗുണമായ സാഹചര്യം അവര് മുതലാക്കി നമുക്ക് പ്രതിരോധം. അപ്പൊ നമുക്കറിയാം രോഗങ്ങളുടെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മൂന്നായിട്ട് ഈ കോവിഡ് കാലത്ത് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. മൂന്നായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് എന്നാണ് നമ്മൾ പറയുക. സാറേ 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂറോ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഏജന്റ്, ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നമ്മുടെ രോഗങ്ങൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ വേണ്ടോ തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രോഗത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ഏജന്റ് എന്ന് പറയുന്നതാണ്. അതായത് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, പുറമേ നിന്ന് നമ്മളെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതൊക്കെയാണോ രോഗകാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത് അതാവും. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നല്ല, പുറമേ നിന്നാണ് അവ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പനി H1N1 ഉണ്ട്, മറ്റേ ഡെങ്കു ഫീവർ ഉണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഒരു ഏജന്റും ഉണ്ട്. ഓരോന്നിന്റെ ഏജന്റ് എങ്ങനെയാണ് വളരുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെയധികം നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ അധികം പറയുന്നില്ല. അപ്പൊ ഇത്തരം ഇത് വരുന്നത് ഈ ഒരു അന്തരീക്ഷത്തില് കൊതുകുകളിൽ നിന്നാണ് കാര്യമായിട്ട് വരുന്നത്. ചിലത് നമ്മുടെ അതായത് ഏതൊരു രോഗിക്കാണോ ഇത് ബാധിച്ചിട്ടുള്ളത് അവരുടെ ശരീരത്തിലെ സ്രവങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരാം. ചിലപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക വെള്ളങ്ങൾ, ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളാണ് വരിക. അതായത് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ളത്, പനി പോലെയുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് ലിസ്റ്റ് ഓഫ് ഡിസീസസ് നമുക്ക് വരുന്നുണ്ട്. അത് പേപ്പറിലൊക്കെ ഓരോ ദിവസവും അതിനെ കുറിച്ചുള്ള എലാബറേഷൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഊഹങ്ങൾ പാടില്ല, അതും കൂടെ പ്രധാനമാണ്. മറ്റാൾക്ക് ബാക്ടീരിയൽ ഫീവർ ആയിരുന്നു അല്ലെങ്കിൽ വൈറൽ ഫീവർ ആയിരുന്നു, നമ്മുടെ ഒരു അസംഷൻസ് പാടില്ല. ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് ഇന്നതാണ് എന്ന് പറയാൻ പാടുള്ളൂ. ഊഹങ്ങൾ പലപ്പോഴും അബദ്ധം ഉണ്ടാക്കും. വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ചുറ്റുപാടുകൾ. നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് രോഗകാരണമാവുന്നത് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റുപാടുകൾ എത്രത്തോളം വൃത്തിയാക്കി വെക്കാമോ നമ്മൾ അത്രത്തോളം ആരോഗ്യവാന്മാരായിരിക്കും. ആരോഗ്യം ഉണ്ടാവണം എങ്കിൽ, അല്ലെങ്കിൽ രോഗങ്ങൾ ഇല്ലാതിരിക്കണം എങ്കിൽ നമ്മുടെ ചുറ്റുപാട് എത്ര മാത്രം നമുക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ ചില പ്ലാന്റ് സിറ്റികളൊക്കെ നമ്മൾ പോയി കാണുകയാണെങ്കിൽ അവിടെ ഒരു തരത്തിലും അവര് വ്യക്തിപരമായ പരിസര ശുചിത്വം സംരക്ഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വളരെ
എന്താ പറയാ അശ്രദ്ധമായിട്ട് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അവരൊരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല. ഇപ്പൊ നമ്മൾ പുറമേയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം എവിടെയെങ്കിലും കണ്ടാൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവര് ഇട്ടവരാവണം എന്നില്ല, കണ്ടവർ അത് എടുത്തു ഉടനെ പോക്കറ്റിൽ വെക്കും. എന്നിട്ട് അത് ഏത് സ്ഥലത്താണോ പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടയിലിടും, അല്ല വേറെ ഒരു ഇതാണെങ്കിൽ അതിന്റെ ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ അതിന്റെ, അതല്ല പേപ്പർ വേസ്റ്റ് ആണെങ്കിൽ അതിന്റെ. അങ്ങനെ ഒരു വ്യക്തിയല്ല, എല്ലാവരും ഒന്നിച്ചു ശ്രമിച്ചാൽ മാത്രമേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എല്ലാവരും വിചാരിച്ചാലേ ഇത്രമാത്രം വൃത്തികേടാക്കാനും പറ്റും. അപ്പൊ നമ്മുടെ ഓരോ ചെരിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ റോഡിന്റെ തിരിവുകളിലും നമ്മൾ പ്ലാസ്റ്റിക് കൂടയിലാക്കിയിട്ട് എറിയുന്നതിനേക്കാൾ അബദ്ധമാണ് പ്ലാസ്റ്റിക് കൂടയിലാക്കിയിട്ട് കൊണ്ടെറിയുന്നത്. കാരണം അത് അതിന്റെ ഉള്ളിൽ ഇരുന്ന് ചീഞ്ഞ വെള്ളത്തിലും അല്ലെങ്കിൽ പ്രകൃതിയിലും വായുവിലും ഒക്കെ എത്തി അത് ഏതെങ്കിലും ഒരു സമയത്ത് പൊട്ടിപ്പൊഴിയുമ്പോഴേക്കും അതിന്റെ ഉള്ളിൽ ധാരാളം രോഗകാരികളായ ജീവികളുടെ ഒരു സങ്കേതം തന്നെ രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് എത്രത്തോളം നമ്മൾ ഓരോരുത്തർ അതിലെ കടന്നു പോകുന്നവർക്കും നടന്നു പോകുന്നവർക്കും ആ ഭാഗത്ത് പോയി ഒന്ന് ശ്വാസം വലിച്ചാൽ തന്നെ മതിയാവും ചിലപ്പം ആ രോഗങ്ങൾ മൊത്തമായിട്ട് നമ്മളെ ബാധിക്കാൻ. ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്റെ വേസ്റ്റ് ഞാൻ അപ്പുറത്താളുടെ വീട്ടിലിടുന്നു, അപ്പുറത്താളുടെ വേസ്റ്റ് അങ്ങേപ്പുറത്തേക്ക് ഇടുന്നു, 40ാമത്തെ ആള് തിരിച്ച് നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ടിടുന്നു. ഇത്രയേ ഉള്ളൂ അതിൽ വ്യത്യാസം. അപ്പൊ നമ്മൾ നമ്മുടെ വേസ്റ്റ് ഉള്ളിൽ തന്നെ അതിന് വേണ്ട മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ ഇതവിടെ കിടക്കില്ല. നമ്മൾ പറയും ഇവിടെ വൃത്തിയില്ല, നമ്മൾ തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്റെ മാലിന്യം ഞാൻ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അതായത് എന്റെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ ഞാൻ ബയോഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രകൃതിയിലേക്ക് വല്ലയിടത്തും കുത്തി ചെടികൾക്ക് വളമാക്കി മാറ്റാനുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്ലാറ്റിലുള്ളവർക്ക് മാത്രമാണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളൂ, അല്ലാതെ സാധാരണ നാട്ടിൻപുറങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളില്ല. പിന്നെ പ്ലാസ്റ്റിക്കിനെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ ഗവൺമെന്റ് മുമ്പത്തേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇങ്ങനെ എറിയുന്നതിൽ എവിടെയോ ഒരു സുഖം മലയാളി കാണുന്നു. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു, അല്ലെ മലയാളി എന്ന് മാത്രമല്ല കുറെ പേര് അത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ വയസ്സായ പാരന്റ്സിന് കുട്ടികൾക്ക് അത് കൂടെ നടന്നു പോകേണ്ടി വരുമ്പോഴൊക്കെ ഒരുപാട് രോഗകാരണങ്ങളായിട്ട് മാറുന്നുണ്ട്. എവിടെ യാത്ര ചെയ്താലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും എല്ലാ സ്ഥലത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു 50 മീറ്റർ 100 മീറ്റർ ആകുമ്പോഴേക്കും ഒരു വേസ്റ്റ് കൂന അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ മാറ്റാതെ നമ്മൾ രോഗം മാറണം എന്ന് വിചാരിക്കുന്നതിന് അർത്ഥമില്ല. രോഗം മാറണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെ മൊത്തത്തിൽ ശുചീകരണം ചെയ്യുക. വേസ്റ്റിനെ എന്നുവെച്ചാൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന റിസോഴ്സ് ആണ് വേസ്റ്റ്, അല്ലെങ്കിൽ അസ്ഥാനത്ത് കിടക്കുന്ന റിസോഴ്സ് ആണ് വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു റിസോഴ്സ് ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. ഈ വേസ്റ്റിൽ ഇങ്ങനെ കൊണ്ടിടുമ്പോൾ മാത്രമേ അത് വേസ്റ്റ് ആവുള്ളൂ. അത് എവിടെയാണ് ഇപ്പൊ ടാറിങ്ങിന് പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ അത് മാലിന്യമല്ല, നേരെ മറിച്ച് അത് നമ്മുടെ റിസോഴ്സ് ആണ്, അടുത്തൊരു ഘടകമാക്കി മാറ്റാൻ പറ്റുന്നു. അതേപോലെ വരുന്ന ഒന്നാണ് ഫുഡ് വേസ്റ്റ്. ഫുഡ് വേസ്റ്റ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും നല്ലൊരു ഫെർട്ടിലൈസർ ആണ്. നന്നായിട്ട് നമുക്കത് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജീവികൾ പലതരത്തിലുള്ള ചെടികൾ ഉണ്ടാക്കാൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മാലിന്യം എന്ന് പറയുന്നതിനെക്കാട്ടിലും അസ്ഥാനത്ത് കിടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇതിനെ നേരായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അടുത്ത റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിൽ കുറേം കൂടെ ബുദ്ധിമുട്ടുള്ളത് നാപ്കിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് എറിയുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഡയപ്പർ പോലെയുള്ളത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ല അതിനെയൊക്കെ വേണ്ട പോലെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റിസോഴ്സ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഈ തരത്തില് മാലിന്യം അവിടെ ഇവിടെ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാവുന്നത്, കൊതുക് വരുന്നു, മുട്ടയിടുന്നു, അതിൽ നിന്ന് പലതരത്തിലുള്ള, ഈ കൊതുക് 2 കിലോമീറ്റർ ഉള്ളിലുള്ള ആളെ മാത്രമേ കടിക്കുള്ളൂ, അല്ലെങ്കിൽ 5 വീട് അപ്പുറത്തേക്ക് ഞാൻ വേസ്റ്റ് കൊണ്ടിട്ട 5ാമത്തെ വീട്ടുകാരനെ മാത്രമേ കടിക്കുള്ളൂ എന്നൊന്നുമില്ല. അവിടെ നിന്ന് വന്ന് നമ്മളെയും കടിക്കാം. അപ്പോ ഇതിനെ നമ്മൾ വേറൊരാളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നീക്കിയിട്ടത് കൊണ്ട് കാര്യമില്ല. എവിടെ ഇടുന്നതും നമ്മുടെ പറമ്പിലിട്ടാലും അപ്പുറത്തേക്ക് ഇട്ടാലും ഒക്കെ ഒരേ തരത്തിൽ തന്നെയാണ് അതിന്റെ ഫലം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത
മാറ്റിയെടുക്കുക മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. അല്ലാതെ ഇത് എവിടെ കൊണ്ടിടുന്നു എന്നല്ല. ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഞാൻ ഇന്ന പോലെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഓരോ വ്യക്തിയും തീർത്തും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മൂന്നാമത്തെ ഉള്ളത് രോഗകാരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹോസ്റ്റ്. അതായത് ഏത് അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വ്യക്തിയാവാം, ജീവിയാവാം. അതേപോലെ ഈ വ്യക്തിയിലേക്ക് ഈ ഏജന്റ് വന്നിട്ട് ആരിലാണോ രോഗം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കുന്നത്, ആ കൂട്ടം ജീവികളാണ് ഹോസ്റ്റ്. സാധാരണ നമ്മള് മനുഷ്യരെ ചികിത്സിക്കുന്നവരാവുമ്പോ മനുഷ്യരെ മാത്രമായിട്ടേ പറയാറുള്ളൂ. ഇപ്പൊ ഞങ്ങള് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് മാത്രമാണ് സാധാരണ എടുക്കുള്ളൂ, കാരണം ശീലം കൊണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് രോഗം വന്നു? ഒരു വീട്ടിൽ 10 പേരുണ്ട് താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു 2 or 3 വീടുകളിൽ ഓരോരുത്തർക്ക് പനി വരുന്നു. എല്ലാവർക്കും ഒരേ ദിവസം വരുന്നില്ല. എന്തുകൊണ്ട് ഒരാൾക്ക് മാത്രം വരുന്നു? അപ്പൊ നമ്മള് ആരാണോ വീക്ക്, അല്ലെങ്കിൽ ആരിലാണോ രോഗപ്രതിരോധ ശക്തി കുറവുള്ളത്, ആ വ്യക്തിക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ബാക്കി എല്ലാ ഘടകങ്ങളും, ഏജന്റിനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഓൾമോസ്റ്റ് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ വൈറസ് വളരാതിരിക്കണം അങ്ങനെയൊന്നും നമുക്ക് പറയാനോ, കുറെയൊക്കെ ചെയ്യാൻ പറ്റും എന്നല്ലാതെ വിശേഷം അതിനെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതേപോലെ പ്രകൃതി ചുറ്റുപാടിന്റെ ശുചീകരണം എന്ന് പറയുന്നതും ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം. ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അല്ലാണ്ട് ഒരു വ്യക്തിക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ഒരു അവനവന്റെ കോൺട്രിബ്യൂഷൻ ഒഴിച്ച് മുഴുവൻ ഏരിയ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഹോസ്റ്റിനെ ശരിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനായിട്ട് ഹോസ്റ്റിനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എങ്ങനെ രോഗപ്രതിരോധ ശേഷിയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ രോഗങ്ങൾ വന്നാൽ എനിക്ക് ബാധിക്കാതെ ഇരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഓരോ വ്യക്തിയും അവനവന്റെ ആരോഗ്യം നിലനിർത്തുക, അവനവന്റെ രോഗപ്രതിരോധ ശക്തി നിലനിർത്തുക, അത് കൂട്ടാൻ പറ്റുന്നിടത്തോളം മാക്സിമൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ രോഗങ്ങൾ നാട്ടിലുണ്ടെങ്കിലും നമ്മളെ കാര്യമായിട്ട് ബാധിക്കാതെ നമുക്ക് വരാതിരിക്കും. വന്നാൽ തന്നെ അതിന്റെ ശക്തി കുറവായിരിക്കും. ആ രീതിയിൽ നമുക്ക് പറ്റും. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരുപാട് പരിഹാര മാർഗങ്ങളും കൂടെ നമ്മൾ പറയണം. അല്ലാതെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് രോഗത്തിന് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ശുചീകരണ ബോധവൽക്കരണം, ഇത്തരം കാര്യങ്ങളൊക്കെ സാബു സാർ ഒരുപാട് പറയണതായിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തില് വളരെ എല്ലാവർക്കും അറിയാതെ ചെയ്യുന്നൊന്നുമല്ല. എല്ലാവരും അതിനെപ്പറ്റി 1 മണിക്കൂർ പ്രസംഗിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും പര്യാപ്തരാണ്. ഇങ്ങനെ ഉള്ള ഒരു സമൂഹത്തില് ഇപ്പോ ഒരു പഞ്ചായത്തിൽ എല്ലാവരും അതിനെക്കുറിച്ച് ഒരു അരമണിക്കൂർ സംസാരിക്കും. എന്നിട്ടും ഈ പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും ഒന്നായതുകൊണ്ടാണ്. അപ്പോ ചില നിയന്ത്രണങ്ങള് അല്ലെങ്കിൽ ചില ശിക്ഷാ നടപടികളും കൂടെ വേണ്ടി വന്നേക്കാം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ഇങ്ങനെ അല്ലാതെ ചെയ്താൽ, കാരണം ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ല ചെയ്യാത്തത്, ഇതൊന്നും സാരല്ലേ, ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ് എന്നുള്ള ഒരു പോളിസിയാണ്. അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ തൽക്കാലം എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് കാര്യമായിട്ട് ഇതിൽ വരാറ്. അപ്പൊ അത് ശുചീകരണം ചെയ്യുക, അതിനെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യുക. എന്റെ അഭിപ്രായത്തില് ഇത് കൃത്യമായ ഒരു നിയമമായിട്ട് വരിക, അത് വേണ്ട പോലെ പാലിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ശിക്ഷയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ്. ഇത്രയും ഇപ്പൊ ഈ കോവിഡിന് ശേഷമുള്ള കുറെ ഇത്തരം പരിപാടികൾ കാണുകയും പലരുമായിട്ട് സംസാരിക്കുകയും ചെയ്തെന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ ഒരു ചിന്ത ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ലാതെ അത് ബോധവൽക്കരണത്തിന്റെ കുറവുകൊണ്ടൊന്നുമല്ല നമുക്കിത് ഉണ്ടാവണം. പിന്നെ ഒരു ഇതുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീടും നമ്മുടെ ഇരിക്കുന്ന ചുറ്റുപാടും പുകയ്ക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. തൃശ്ശൂർ തന്നെ ആയുർവേദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമ്മൾ പുകയ്ക്കുകയാണെങ്കിൽ ബാക്ടീരിയൽ കോളനിക്ക് വരുന്ന ഗ്രോത്ത് എത്ര ശതമാനം കുറയുന്നു. അങ്ങനെ 4-5 ദിവസം പുകച്ചിട്ട് ബാക്ടീരിയ ഇത്രയും കുറയുന്നു, അത് കഴിഞ്ഞ് 10 ദിവസം പുകയ്ക്കാതിരിക്കുമ്പോൾ ഇത്രയും ബാക്ടീരിയ തിരിച്ചു വരണു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. അപ്പൊ അത് നമ്മൾ സ്ഥിരമായിട്ട് ഫ്യൂമിഗേഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ധൂപനം ചെയ്യുകയാണെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവണില്ല. അപ്പൊ നമുക്ക് അതിന്ന് പകർച്ചവ്യാധികൾ വരുന്നതിനെ നല്ലോണം മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഇതുണ്ട്. പിന്നെ വരുന്ന രോഗങ്ങളില്
പ്രധാനമായിട്ടും പനി തന്നെയാണ് മഴക്കാലത്ത് വരിക. പനിയാവുക, വിശപ്പില്ലാതിരിക്കുക, ഒന്നും ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാതിരിക്കുക, ജോലിക്ക് പോകാൻ പറ്റില്ല, എണീറ്റ് നടക്കാൻ പറ്റില്ല, അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കിടക്കേണ്ട ഒരു അവസ്ഥ വരിക. അപ്പൊ അതുകൊണ്ട് അത് ഒരു കോമൺ മാൻസ് പെർസ്പെക്റ്റീവിൽ അതാണ്. അത് കഴിഞ്ഞാൽ ഏത് തരം പനിയാണ് എന്നുള്ളതിനനുസരിച്ച് ചികിത്സ വേണ്ട രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ ജലദോഷങ്ങൾ ഉണ്ടാവാം, പനി ഉണ്ടാവാം, ചുമ ഉണ്ടാവാം, തുമ്മലുണ്ടാവാം. കാരണം ഈർപ്പം പ്രകൃതിയിൽ വളരെ അധികം ഉണ്ട്. ഈർപ്പം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു മുൻഗണന കിട്ടും. ആ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ഏറ്റവും പ്രധാനം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ പറ്റും. പിന്നെ പ്രായമായവരില് ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നത് വേദനകളാണ്. അതായത് വാതരോഗങ്ങൾ എന്ന് ഞങ്ങൾ ആയുർവേദക്കാർ പറയുന്ന മുട്ടുവേദന, കൈവേദന, ഷോൾഡർ പെയിൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ സന്ധികളിലും ഉണ്ടാവുന്ന വേദനകൾ വളരെ കോമൺ ആയിട്ട് ഈ കാലത്ത് കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാടില്, ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടില് വാതദോഷം, വാതം, പിത്തം, കഫം എന്നൊക്കെ പറയുന്നതില് വാദത്തിന് ഏറ്റവും കൂടുതൽ വാദം ഏറ്റവും കൂടുതലായിട്ട് കോപിച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് വാദം കൊണ്ട് ഉണ്ടാവാവുന്ന എല്ലാ രോഗങ്ങളും ഇക്കാലത്ത് ഉണ്ടാവും. അപ്പൊ വേദനകൾ വളരെ അധികം ഉണ്ടാവുന്ന ഒരു കാലമാണ്. പിന്നെ ഉണ്ടാവുന്ന വേറൊരു രോഗാവസ്ഥയാണ് സ്കിൻ ഡിസീസ്. അതും ഈ റാഷസ് ആണ് കാണുക. നനഞ്ഞ വസ്ത്രം ഇടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മഴ കൊള്ളുന്നു, രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുറച്ച് മഴ കൊണ്ടു, പിന്നെ വൈകുന്നേരം വരെ നമ്മൾ ആ നനഞ്ഞ ഡ്രസ്സായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ വളരെ എന്താ പറയാ, ഡ്രസ്സ് മുറുക്കിയിടുന്ന ഭാഗങ്ങളിൽ, ഇലാസ്റ്റിക് വരുന്ന ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഗ്രോയിനില്, കൈയിന്റെ കക്ഷത്തില്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഈർപ്പം നിൽക്കുകയും അവിടെയൊക്കെ സ്കിൻ ഇൻഫെക്ഷൻസ് ധാരാളമായിട്ട് വരും. കാൻഡിഡിയ പോലെയൊക്കെയുള്ള ഇൻഫെക്ഷൻസ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഫസ്റ്റ് നമുക്ക് എപ്പോഴും തുടങ്ങേണ്ടത് ആഹാരത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ആഹാരം എങ്ങനെയായിരിക്കണം? ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിശക്കണോ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കുക. കഴിക്കുമ്പോൾ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക. അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ ദഹനശക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ, അതായത് വളരെയധികം ഫാറ്റ് ഉള്ള സാധനങ്ങള്, അല്ലെങ്കിൽ വറുത്തെടുത്ത സാധനങ്ങള്, ഹെവി ആയിട്ടുള്ള ഫുഡ് എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങള്, ഇതൊക്കെ കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നമ്മൾ ഇന്നുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് നാളെ എടുത്ത് ചൂടാക്കി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അത് വീണ്ടും ദഹനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്പപ്പം ഉണ്ടാക്കി ചൂടോടെയുള്ള ഭക്ഷണം കഴിക്കുക, ഫ്രഷ് ആയിട്ട് കഴിക്കുക. കുറച്ച് വിഭവങ്ങളുടെ എണ്ണം കുറഞ്ഞാലും അത് കൃത്യമായി ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള സാധനങ്ങളായിട്ട് ഉപയോഗിക്കുക. കാരണം നമ്മളിപ്പോ നമ്മളെ കാണിക്കാനോ മറ്റുള്ളവരെ കാണിക്കാനോ നമ്മൾ എത്രയോ വിഭവങ്ങളുണ്ട് എന്നുള്ളതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമുക്ക് പല സ്ഥലങ്ങളിലും പോയാറിയാം, ഇന്നലത്തെ കൂട്ടാണ്ടാവും, മിഞ്ഞാന്നത്തെ ഉപ്പേരി ഉണ്ടാവും, അതിന്റെ തലേദിവസത്തെ ഉണ്ടാവും. ഇതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണു, ചൂടാക്കണു, മേശപ്പുറത്ത് വെക്കണു, കഴിക്കണു, ബാക്കി വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റുന്നു. ഇത്തരത്തിൽ വരുമ്പോൾ അത് വീണ്ടും രോഗത്തിലേക്ക് അല്ലെങ്കിൽ അനാരോഗ്യത്തിലേക്കാണ് നയിക്കുക, അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിലേക്കല്ല. അതുകൊണ്ട് ആരോഗ്യത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് നയിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളെ ഉൾക്കൊള്ളിക്കുക. അപ്പൊ നമ്മുടെ മോഹങ്ങള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ഈ കഞ്ഞി ഒന്നും വേണ്ട, ഈ ഇലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതൊക്കെ അമ്മ തന്നെ കഴിച്ചോളൂ, എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇന്ന ഹോട്ടലിന്റെ സ്വിഗ്ഗിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, നമ്മുടെ യൂറോപ്യൻ ഫുഡുകളാണ് അതൊക്കെ. യൂറോപ്യൻ ഫുഡ് അതേപോലെ അറേബ്യൻ ഫുഡുമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു വൈകുന്നേരങ്ങളിലെ മിക്കവാറും ഹോട്ടലുകളിലെ പ്രധാന ഭക്ഷണമായിട്ട് കുട്ടികൾ അല്ലെങ്കിൽ കുടുംബം മൊത്തമായിട്ട് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇന്ന ഭക്ഷണമാണ് ഈ സമയത്ത് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിന്റെ ഗുണങ്ങളെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ സംശയമാണ്. അപ്പോ ഈ കാര്യങ്ങൾ വളരെ തണുത്ത അന്തരീക്ഷത്തിലിരിക്കുന്നവർക്ക്, തണുത്ത കാലാവസ്ഥയിലിരിക്കുന്നവർക്ക് ദഹനം ഏറ്റവും നന്നായിട്ടിരിക്കുന്ന സമയത്ത് കഴിക്കേണ്ട സാധനമാണ്. ഇത് കഴിക്കേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ കർക്കിടക മാസത്തിലും മഴക്കാലത്തൊന്നും പോയി കഴിക്കരുത്. നമുക്ക് എപ്പോഴാണോ ദഹനം വളരെ ശക്തിയായിട്ട് നല്ല ദഹനമായിട്ടിരിക്കുന്നത് അപ്പൊ കഴിക്കാം. പക്ഷെ നമ്മുടെ ദഹനം സ്ഥിരമായിട്ട് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ
വിശപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് വലിയ എക്സ്ട്രീം ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു +15 to 40 അല്ലെങ്കിൽ 42 വരെയാണ് മാക്സിമം നമുക്ക് വരുന്നത്. അപ്പൊ ആ ഒരു കാലാവസ്ഥയിൽ സ്ഥിരമായിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ദഹന ശക്തിയുള്ളൂ. നേരെ മറിച്ച് -ഡിഗ്രീസിലൊക്കെ ആവുമ്പോൾ അവർക്ക് ശരീരത്തിന്റെ ചൂട് നിലനിർത്താൻ കൂടുതൽ ഭക്ഷണം കഴിക്കണം. ആ ഒരു സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ആ ശരീരത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, ശരീരത്തിന് അതിന്റെ വേണ്ടത്ര അളവിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതും കൂടെ നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈർപ്പം എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അപ്പൊ ഈർപ്പം കൊണ്ട് നനഞ്ഞ ഡ്രസ്സുകൾ ഇടുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും സ്കിൻ ഡിസീസസും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോ ഉണങ്ങിയ വസ്ത്രം ധരിക്കുക. നമുക്ക് വേനൽക്കാലത്തെ പോലെ സൂര്യന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് അതിനുള്ള ഏതെങ്കിലും കുറച്ച് സമയം എപ്പോഴെങ്കിലും വെയിൽ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് അത് വെയിൽ ഉപയോഗിക്കുക. അല്ല, നന്നായി ഈർപ്പമുണ്ട് എങ്കിൽ അതിനെ അയൺ ചെയ്ത് ഈർപ്പം കളഞ്ഞ് ഉപയോഗിക്കുക. ഇനി അതും പറ്റില്ലെങ്കിൽ നമ്മൾ തോരയിടുന്ന മുണ്ടൊക്കെ ഇടുന്ന ഉണങ്ങാൻ വേണ്ടി ഡ്രസ്സുകൾ ഇടുന്ന സ്ഥലത്ത് നന്നായിട്ട് പുകയ്ക്കുക. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഏജന്റ്സിനെ ഇല്ലാതെയാക്കും, രണ്ടാമത് അത് ഈർപ്പത്തിനെ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ ആ തോരയിടുന്ന മുറി നന്നായിട്ട് പുകയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മഴക്കാലത്തിന്റെ വേറൊരു വലിയ പ്രത്യേകതയാണ് നമുക്ക് പുറത്തു പോയിട്ടുള്ള വ്യായാമം അധികം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ധാരാളം നടക്കുന്നവര് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ കുറെ പേര് റോട്ടിൽ കൂടെ രാവിലെ നടക്കുന്നുണ്ടാവും. പക്ഷെ മഴക്കാലമാകുമ്പോ എന്താ വെച്ചാൽ മഴയത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ വ്യായാമം നിർത്തും. അതേപോലെ കൂട്ടുകാരൊക്കെ ഒന്നിച്ചു പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ചു നേരം എക്സസൈസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെയാവും. കാരണം നല്ല മഴയത്ത് നടന്നു പോയി നനഞ്ഞ് ആരും ചെയ്യില്ല. അപ്പൊ നമുക്ക് വ്യായാമം അത്യാവശ്യമാണോ, അല്ലെങ്കിൽ തണുപ്പ് കാലത്തെ പോലെയുള്ള വ്യായാമം ആവശ്യമുണ്ടോ ചോദിച്ചാൽ അത്ര തന്നെ വ്യായാമം നമുക്ക് വേണ്ട. ശരീരത്തിന് ബലം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വ്യായാമം ചെയ്യണം, പക്ഷെ അധികമായ വ്യായാമം വേണ്ട. നേരെ മറിച്ച് യോഗ പോലെയുള്ള ഇൻഹൗസ് ആയിട്ട് ചെയ്യാവുന്ന, അതായത് വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന യോഗ പോലെയുള്ള സ്ലോ ആയിട്ടുള്ള വ്യായാമങ്ങൾ, അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി കുറെ കൂടെ ഗുണം ചെയ്യും. അതിന്റെ കൂടെ തന്നെ പ്രാണായാമം ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ ഗുണം കിട്ടാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. മഴക്കാലത്ത് നമുക്ക് ഉറക്കം കൂടുതലാണെങ്കിലും ആധികൾ കൂടുന്നതുകൊണ്ട് ഉറക്കം കുറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ വീണ്ടും നമുക്ക് ക്ഷീണം വരും. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ സമയത്തൊക്കെ നമ്മൾ പകലൊക്കെ കിടന്നുറങ്ങും, രാത്രിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, അങ്ങനെയൊക്കെ വരും. അപ്പൊ ശരിയായ സമയത്ത് വേണ്ടത്ര ഉറങ്ങി നമുക്ക് ഉള്ള ബലത്തിനെ, നമ്മുടെ ബലത്തിനെ കൂടെ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അതിനെ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉറക്കം വളരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാതിരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ രാത്രി 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 9:30 ഭക്ഷണം ഹെവി ആയിട്ട് കഴിക്കുന്നു, നേരെ പോയി കിടക്കുന്നു, അത് തന്നെ ദഹനക്കേടിന് ഒരു കാരണമായിട്ട് മാറുന്നു. നേരെ മറിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്, അതായത് കഴിച്ച ഭക്ഷണം പൂർണ്ണമായും ദഹിച്ചതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെയുള്ളത്, കുളി കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് രാസ്നാദിപ്പൊടി നെറുകിൽ തിരുമ്പുന്നത് ജലദോഷം പനിയൊക്കെ ഉള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് സാധിക്കും. അതൊരു പ്രിവെന്റീവ് മെഷറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കർക്കിടക മാസത്തിലെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് എണ്ണ തേച്ച് കുളി. തലയിലും മേലും നന്നായിട്ട് എണ്ണയാവാം, വെളിച്ചെണ്ണയാവാം. അത് നമ്മൾ ഓരോ രോഗത്തിനും ഓരോ സാഹചര്യത്തിനും ഓരോ വ്യക്തിയുടെ പ്രകൃതിക്ക് അനുസരിച്ചൊക്കെ പല കാലാവസ്ഥയിലും പലതുമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാത് വ്യക്തിക്ക് യോജിച്ച തരത്തിലുള്ള എണ്ണ സെലക്ട് ചെയ്തിട്ട് അത് ദേഹത്തും തലയിലും ഒക്കെ തേച്ച് സ്വയം മസാജ് ചെയ്ത് കുളിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നല്ലതാണ് മിതമായിട്ടുള്ള വ്യായാമം. ഇന്ന് എണ്ണ തേച്ച് കുളി വളരെ കുറഞ്ഞിരിക്കുകയാണ്, പക്ഷെ അത് ഒരു തരത്തില് സ്കിന്നിന്റെ ആരോഗ്യത്തിനെ നിലനിർത്താനും അതേപോലെ നന്നായി എണ്ണ തേക്കുന്നത് കൊണ്ട് തലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടും, സ്ട്രെസ് റിലീവർ ആണ് നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ച്
മസാജ് ഒക്കെ ചെയ്യുന്നത് നന്നായിട്ട് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. മേലും അതുപോലെ നന്നായിട്ട് നമ്മൾ എണ്ണ തേച്ച് ഒഴിഞ്ഞ് കുളിക്കുകയൊക്കെ ആണെങ്കിൽ ആരോഗ്യത്തിനും സ്ട്രെസ്സിനും മസിലിനും എല്ലിനും ഒക്കെ നല്ലോണം ഗുണം കിട്ടും. പിന്നെ വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിനും പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ കർക്കിടക മാസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ചിന്തിക്കുന്ന വേറെ കർക്കിടക മാസമായിട്ട് വളരെ യോജിച്ച് ചേർത്ത് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്നുള്ളത്. അതായത് കർക്കിടക മാസത്തിന്റെ ഏറ്റവും വലിയൊരു മഴ പെയ്തിട്ടുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ എല്ലാ തരത്തിലുള്ള ചെടികളും ധാരാളമായിട്ട് വളരും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ കിട്ടുന്ന കാലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാത് സാഹചര്യത്തില് വ്യക്തികൾക്കും കിട്ടാവുന്നത്ര പച്ച എന്നായിട്ട് പറയുന്ന കാര്യങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോ പലതരത്തിലുള്ള 10 ഇലകള് സോറി പലതരത്തിലുള്ള ഇലകള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതും ആയിട്ടുള്ള ഇലകൾ 1 2 ആയിട്ട് വെക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോമ്പിനേഷൻസ് ആയിട്ട് വെക്കാം. പക്ഷെ 10 ഇലകളെയാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു ഇലക്കറി ആയിട്ട് അംഗീകരിക്കുന്നത് എന്ന് മാത്രം. അത്തരത്തിലൊരു കസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ആചാരം ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന മാസത്തിൽ കഴിക്കണം എന്ന് പറയുമ്പോൾ മാത്രമേ അത് കഴിക്കുള്ളൂ. അതേപോലെ തന്നെ വളരെയധികം മസാലകള് എരിവുകളൊന്നും ഇല്ലാത്ത കറികളൊക്കെയാണ് പണ്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത്തരത്തില് അത് ഉപയോഗിക്കുക. പിന്നെ വേറൊരു കർക്കിടക മാസമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് ദശപുഷ്പം. ദശപുഷ്പങ്ങളില് കറുക മുതൽ ചെറുള, മുക്കുറ്റി ഇങ്ങനെയുള്ള 10 എണ്ണം നമ്മൾ കൃത്യമായിട്ട് എന്നും തലയിൽ വെക്കുന്നതാണ് ഒരു ശീലമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതായത് അത് മുടിയിൽ വെക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ കുറച്ചു നേരം നെറുകയിൽ വെച്ചതിന് ശേഷമാണ് മുടിയിലേക്ക് വെക്കണുള്ളൂ. കാരണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെയൊക്കെ ട്രാൻസ്ഡെർമൽ അബ്സോർപ്ഷൻ, അതായത് സ്കിന്നിലൂടെ അതിന്റെ മരുന്നിന്റെ ചെറിയൊരംശം നമ്മൾ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റും. നമ്മൾ എണ്ണയൊക്കെ തേക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നത് പോലെ ഇതിന്റെയും കിട്ടും. നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറിയ അളവ് മതി എന്നുള്ളത് കൊണ്ട് അത് നെറുകില് അല്ലെങ്കിൽ തലയിൽ വെക്കുന്നു. അത് ശരീരത്തിന് വേണ്ടത്ര അളവിൽ അതിന്റെ ചെറിയൊരു അംശം കിട്ടുന്നു. അതേപോലെ തന്നെ ഈ ദശപുഷ്പങ്ങളുടെ ചെടിയുടെ ഇലയുടെ നീര് ഉപയോഗിച്ച് ഉള്ളിലേക്ക് കഴിക്കാതെ കഷായമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് തൈലം കാച്ചി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഇതിന്റെ നീര് ഉപയോഗിച്ചിട്ട് അതിൽ കഞ്ഞി വെച്ച് ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഓരോ ദേശത്തിനനുസരിച്ചും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് ആചരിച്ചു വരുന്നുണ്ട്. അത് ചെറിയ വ്യത്യാസങ്ങള് ഒന്നിനോട് കോൺട്രഡിക്ടറി ഒന്നും അല്ല. അതാത് ദേശത്തിന്റെ സാഹചര്യത്തിൽ ഏതാണോ ലഭ്യം, അല്ലെങ്കിൽ ആ സംസ്കാരത്തിൽ ആ കാലാവസ്ഥയ്ക്ക് ഏതാണോ കൂടുതൽ അനുയോജ്യം അതിനനുസരിച്ചാണ് ചെയ്യുക. കാരണം കൂടുതൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാവില്ല കുറെ കൂടി ഡ്രൈ ആയിട്ടുള്ള, കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ആലപ്പുഴ പോലെയുള്ള എപ്പോഴും വെള്ളമുള്ള നാട്ടിൽ വീണ്ടും മഴ പെയ്യുമ്പോൾ വീണ്ടും ഹ്യൂമിഡിറ്റി ഒക്കെ കൂടും. അപ്പൊ അവരുപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റിക്ക് കുറയ്ക്കാൻ വേണ്ട സാധനങ്ങളായിരിക്കും. പക്ഷെ നമ്മളെ ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാണാം. അങ്ങനെയില്ല. നമുക്ക് ഏതാണ് ശരി എന്നുള്ളത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകമാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി. അതിനെ കുറിച്ച് കേൾക്കാത്തവരാരും ഇല്ല. കാരണം ഇന്നത്തെ കാലത്ത് അത് വളരെയധികം
തരത്തിലുള്ള ഒരു ഘടകമാണ്. അപ്പോ കർക്കടകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ്, അതിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഇന്ന മരുന്ന് എന്നതിനേക്കാൾ കൂടുതൽ എന്തിനു വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം മരുന്നുകൾ ഇട്ട് ആ അതിന്റെ കഷായം അല്ലെങ്കിൽ അതിട്ട് തിളപ്പിച്ച വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിലാണ് നമ്മള് നവരരിയോ അല്ലെങ്കിൽ ഉണങ്ങല്ലരിയോ ഇട്ടിട്ട് കഷായം വെക്കുന്നത്. അപ്പൊ ആ മരുന്നിന്റെ ഗുണം നമ്മുടെ ഭക്ഷണത്തോടൊപ്പം തന്നെ എത്തണം. ഈ മരുന്നുകൾ പൊതുവെ ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. ദഹനത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനും നിലനിർത്താനും ഉള്ള സാധനങ്ങളാണ്. ഇപ്പൊ ചുക്ക്, തിപ്പലി, അയമോദകം, ശതകുപ്പ, കരിഞ്ജീരകം തുടങ്ങിയിട്ടുള്ള മരുന്നുകളുണ്ട്. ചില നാടുകളിൽ ഇതിന് പകരം ദശമൂലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. വേറെ ചില നാടുകളിൽ ഇലകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇലകൾ പിഴിഞ്ഞ ചാറുകൾ ഇതിൽ ചേർക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അത് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പല രീതികളും ഇന്ന് പ്രയോഗത്തിലുണ്ട്. അത് ഏതാന്ന് വെച്ചാൽ ഉപയോഗിക്കാം. നമുക്ക് ഏതാണ് കൂടുതൽ നമ്മുടെ ആരോഗ്യം, ഞാൻ ആ നാടിന്റെ രീതി എന്റെ ഒരു സൗകര്യത്തിന് ഇഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ കൂടുതൽ എന്റെ ശരീരത്തിന് എന്ത് കൂടുതൽ യോജിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആ രീതിയിൽ കഷായം വെച്ചിട്ട് അതിൽ നാളികേരപ്പാൽ, അതേപോലെ നവരരി തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഉണങ്ങല്ലരി കൊണ്ട് ഉണ്ടാക്കാം. നവരരിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് ശരീരത്തിന് നല്ലോണം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നന്നായിട്ട് ശരീരത്തിന് നറിഷ്മെന്റ് തരാൻ കഴിവുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് പൊതുവിൽ നവരരി ധാരാളമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കണം. കാരണം ബലക്കുറവ് അല്ലെങ്കിൽ ബലം വേണ്ടത്ര ഇല്ല എന്ന് പറഞ്ഞാൽ ബലം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ബലം ഉണ്ടാക്കുമ്പോൾ സാധനങ്ങൾ, നല്ല ഗുരുത്വമുള്ള സാധനങ്ങൾ, നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വളരെയധികം ഉപയോഗിക്കാൻ നേരിട്ട് പറ്റില്ല. കാരണം ദഹനത്തിന്റെ പ്രക്രിയയിലൂടെ വാട്ട് വി ഈറ്റ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഞങ്ങൾ അതിനെ പറയുക വാട്ട് വി ഡൈജസ്റ്റ് ഇസ് വാട്ട് വി ആർ. നമ്മൾ എന്തൊക്കെ തിന്നു എന്നതുകൊണ്ട് നമ്മൾ അതായി മാറില്ല. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ദഹിപ്പിച്ചെടുക്കാൻ പറ്റും, എന്തൊക്കെ ദഹിപ്പിച്ച് നമ്മുടെ ശരീരമാക്കി മാറ്റിയെടുക്കാൻ പറ്റും, അത് മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഇപ്പൊ നമ്മൾ നല്ലോണം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലോണം ശരീരത്തിന് ന്യൂട്രീഷൻ വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു, എന്നിട്ടും ഡോക്ടർ അതിന് ശരീരത്തിൽ അങ്ങോട്ട് പിടിക്കണില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത് പിടിക്കാത്തത്? അവരത് കഴിച്ചു എങ്കിലും ശരീരത്തിന് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ദഹനത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ട് അത് വേണ്ട രീതിയിൽ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദഹനത്തിന് കഴിക്കുന്ന നവരരിയിൽ ദഹനത്തിന് വേണ്ട സംവിധാനങ്ങൾ, അതുപോലെ വാദത്തിന്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കുന്ന മരുന്നുകളും ഒക്കെ അതിൽ ചേർത്ത് കഴിച്ചാൽ ശരീരത്തിന് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ശരീരത്തിനെ നറിഷ് ചെയ്യുന്നതാണ് ഔഷധക്കഞ്ഞിയുടെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ്. പിന്നെ കർക്കിടക ചികിത്സ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. കർക്കിടക ചികിത്സ എന്താണ്? ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് എല്ലാവർക്കും വേണ്ടതാണോ? പലരും ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് ചിലർ ചെയ്യുന്നു, ചിലർ ചെയ്യുന്നില്ല. ഇതിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ കർക്കിടക ചികിത്സയുടെ ഭാഗമാണ്. ഇതിന്റെ ഏറ്റവും നമുക്ക് വീട്ടിൽ വെച്ച് ദിവസവും ചെയ്യാവുന്നത് എന്നുള്ളത് വീട്ടിൽ വെച്ച് നിത്യമായിട്ട് ചെയ്യാവുന്ന എണ്ണ തേച്ച് കുളിയാണ്. അപ്പൊ എണ്ണ തേച്ച് കുളി ആണ് അതിന്റെ കർക്കിടക ചികിത്സയുടെ ആദ്യത്തെ ഘട്ടം. അതിന് ആശുപത്രിയിൽ പോകേണ്ടതോ അല്ലെങ്കിൽ വേറൊരാളെ ആശ്രയിക്കേണ്ടതോ ഒന്നുമില്ല. നമുക്ക് നേരിട്ട് നമ്മൾ തന്നെ നമുക്ക് വെറുതെ എള്ളാട്ടിയ എണ്ണ ചൂടാക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നിട്ട കാച്ചിയ ധന്വന്തരം പോലെയുള്ളതോ അങ്ങനെ ഏതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വൈദ്യനിർദ്ദേശപ്രകാരം അത്തരം എണ്ണകൾ ഉപയോഗിച്ച് നിത്യമായിട്ട് മേലിൽ തേച്ച് കുളിക്കാവുന്നതാണ്. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്, എന്തെങ്കിലും ശരീരത്തിന് രോഗാവസ്ഥകളുണ്ട്, കാര്യമായ രോഗങ്ങളുണ്ടെങ്കിൽ ഈ എണ്ണ തേച്ച് കുളി കൊണ്ടൊന്നും നമുക്ക് പാടില്ല. ആ സമയത്ത് നമുക്ക് ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് ഉഴിച്ചില് എന്ന് പറയും. പക്ഷെ ഉഴിച്ചില് എന്നുള്ളതൊരു എന്താ പറയുക, ചികിത്സ എന്നതിനെ ആകത്തുകയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ചെയ്യുന്നത് നമ്മൾ സാധാരണ അഭ്യംഗം എന്ന് പറഞ്ഞ എണ്ണ തേച്ച് പോലെയുള്ളത്, പലതരത്തിലുള്ള കിഴികള്, ഇപ്പൊ നമുക്കറിയാം നവരക്കിഴി, ഇലക്കിഴി, പൊടിക്കിഴി, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചികിത്സകൾ ഉണ്ടാവും. ചില സമയത്ത് ഛർദിപ്പിക്കുന്ന പോലെ, വയറിളക്കുന്ന പോലെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള എനിമ, അതൊക്കെ
വളരെ സ്പെസിഫിക് ആയിട്ട് രോഗത്തിനും രോഗിയുടെ അവസ്ഥയ്ക്കും അനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം വൈദ്യൻ നോക്കി നടത്തുന്ന ചികിത്സകളാണ്. അല്ലാണ്ട് നമുക്ക് എനിക്കത് വേണം ഇത് വേണം എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. ഇത് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യുന്നതല്ല. ഒരു വ്യക്തിക്ക് ശരീരത്തിന്റെ രോഗാവസ്ഥയ്ക്ക് വേണ്ട അനുകൂലമായ ചികിത്സ, ആ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാൻ അല്ലെങ്കിൽ രോഗം മാറ്റിയെടുക്കാൻ എന്താണ് ആവശ്യം എന്നുള്ളത് അതാത് ചികിത്സകളിൽ വൈദ്യനിർദ്ദേശപ്രകാരം വൈദ്യന്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ അവിടെ നമ്മൾ പോയി ഇപ്പൊ പല ഒരു ഇതായിട്ട് കാണാറുണ്ട്, പല സ്പാകളില് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എനിക്ക് കിഴി വേണം, എനിക്ക് ധാര വേണം എന്നൊക്കെ പറഞ്ഞ് പലരും ചികിത്സകൾ ചോദിച്ചു വാങ്ങുന്നതും അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് റിസോർട്ടുകളിലും സ്പാകളിലുമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കുന്നത് ശിരോധാര പോലെയുള്ള, തൈലധാര പോലെയുള്ള, അവരുടെ പരസ്യത്തിൽ തന്നെ കാണുന്നുണ്ടാവും ഒരു ധാരച്ചട്ടി പിടിച്ചൊരു സ്ത്രീ നിൽക്കുന്നുണ്ടാവും, ഒരാള് കിടക്കുന്ന അതാണ് അവരുടെ ഐക്കണായിട്ട് അവർ നിലനിർത്തുന്നത്. അപ്പൊ അവിടെ വരുന്ന വ്യക്തികൾ ഇതെന്തോ വലിയ സംഭവമാണ് എനിക്കും വേണം എന്ന് പറയും. അവര് ധാര ചെയ്യും. ധാര ചെയ്യുന്നത് കുഴപ്പമില്ല, അവനവന് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു ചികിത്സ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പഥ്യങ്ങള് കൃത്യമായിട്ട് പാലിക്കണം. അത് കഴിഞ്ഞ ഉടനെ അവർ പോകുന്നത് ബീച്ചിലേക്കായിരിക്കും, വെയിലത്തേക്കായിരിക്കും. പിറ്റേ ദിവസം ആയിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പനിയായിരിക്കും, അല്ലെങ്കിൽ വയറിളക്കം വരും, അല്ലെങ്കിൽ തലചുറ്റൽ വരും. അപ്പൊ നമ്മൾ ചികിത്സ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വൈദ്യനിൽ കേന്ദ്രീകരിച്ച് വൈദ്യന്റെ നിർദ്ദേശപ്രകാരം രോഗിക്ക് അല്ലെങ്കിൽ രോഗം അനുഭവിക്കുന്ന വ്യക്തിക്ക് ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതൊരു സെലക്റ്റീവ് രോഗിയുടെ ഒരു സെലക്റ്റീവ് പ്രോസസ് അല്ല, നേരെ മറിച്ച് രോഗിയുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള സെലക്ഷനാണ് നടത്തുന്നത്. പിന്നെ നമുക്ക് കർക്കിടക മാസത്തിനെ പറ്റി കുറച്ചും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കർക്കിടക മാസം എന്നുള്ളത് ഒരു രാമായണ മാസമാണ്. അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ശരീരം വളരെ വീക്കാണ്, ശരീരം ദുർബലമാണ്, മനസ്സ് അതിലേറെ ദുർബലമാണ്, പോരാത്തതിന് ചഞ്ചലമാണ്. നമ്മൾ പറയും, ഞങ്ങളെ ആയുർവേദക്കാര് പറയും വാദപ്രകോപം വരുമ്പോ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് സ്ഥിരത കുറയുക. അതായത് ചഞ്ചല്യം, ഡിസിഷൻ എടുക്കാൻ, നമ്മുടെ സൈക്കോളജിക്കൽ ടേംസിനൊക്കെ പറയുകയാണെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഉറപ്പ് കുറവ്, നമുക്ക് ഇത് വേണോ ഇത് വേണോ, ഒരു ചെറിയ സംശയം, എപ്പോഴും ഒരു എന്താ പറയാ, അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ടിട്ടാണ് നമുക്ക് നിൽക്കുക, ഇതും ആവാ ഇതും. അപ്പൊ ഈ ശരീരം ദുർബലമാവുക, മനസ്സ് ദുർബലമാവുക, ചഞ്ചലാവുക. അപ്പൊ നമുക്ക് അതിനെ രണ്ടിനെയും പിടിച്ചു നിർത്തണമെങ്കിൽ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആത്മീയതയാണ്. അതായത് നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, നമ്മൾ ആരാണ്, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം മുതലായിട്ടുള്ള ആത്മീയമായ അറിവ് നമ്മളിലേക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത്തരത്തിലുള്ള ഒരു ചികിത്സയുടെ ഭാഗം കൂടിയായിട്ടാണ് രാമായണം പോലെയുള്ള വായിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. ഈ രാമായണം ഒക്കെ ഉള്ളത് നമ്മൾ വായിക്കുന്ന വ്യക്തിക്കനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഏത് പ്ലെയിനിലാണ് നിൽക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മനുഷ്യനായിട്ട്, ഒരു ഗൃഹസ്ഥനായിട്ട് രാമായണത്തിനെ നോക്കി കാണുകയാണെങ്കിൽ അതിന്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. രാമൻ എന്ന ഭർത്താവും സീത എന്നൊരു ഭാര്യയും, അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ആയിട്ട് കാണുകയാണെങ്കിൽ അത് വ്യത്യസ്തമാണ്. നേരെ മറിച്ച് കുറച്ചും കൂടി വേറൊരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വേറൊരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ സത്വം രജസ് തമസ് എന്നൊക്കെയുള്ള ഒരു ആയുർവേദത്തിന്റെ മനഃശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ അയോധ്യ എന്ന സാത്വികമായ പ്രതലം, അല്ലെങ്കിൽ രാവണന്റെ രാജധാനി, അവിടെ രാജസികമായ, പൂർണ്ണമായും രാജസികമായിട്ടുള്ളത്, ബലി സുഗ്രീവന്മാരായ കുരങ്ങന്മാരുടെ ചഞ്ചലതകള്, അല്ലെങ്കിൽ താമസികമായ ഒരു ഭാവം, അതിന്റെ തമസിൽ നിന്നും രജസ്സിലേക്ക് എത്തി, രജസ്സിൽ നിന്നും സത്വത്തിലെത്തി, ആ സത്വത്തിന്റെ അതിലും മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നാലാമത്തെ ഭാവമായ തുരീയാവസ്ഥയിൽ നിൽക്കുന്ന രാമനിലേക്കുള്ള പ്രയാണമാണ് രാമായണം. അപ്പൊ ആ ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ രാമായണത്തിനെ കുറച്ചും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ
കുറച്ചും കൂടി ഭംഗിയായിട്ട് അത് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് അതിനെ ഏത് തലത്തിൽ വേണമെങ്കിലും നോക്കാം. അതൊരു ഇതിഹാസമായിട്ട് വായിക്കാം, അതിലെ സ്ഥലങ്ങളെ മനസ്സിലാക്കാനായിട്ട് വായിക്കാം. എന്താണ് ലങ്ക, എന്താണ് കിഷ്കിന്ധ എന്നൊക്കെ മനസ്സിലാക്കാൻ വായിക്കാം. ആ സ്ഥലം എവിടെയായിരുന്നു, ഒരു ജിയോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവിൽ വായിക്കാം. നേരെ മറിച്ച് കുടുംബ ബന്ധങ്ങൾ എങ്ങനെ എന്ന് വായിക്കാം. ഞാനിപ്പോ രാവണനാണോ രാമനാണോ സുഗ്രീവനാണോ എന്ന് അറിയാം. ഓരോ സമയത്ത് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കുറച്ചേരം നല്ല മനുഷ്യനായ, കുറച്ചേരം കാരണം മനസ്സ് ചഞ്ചലമായിട്ട് ഇങ്ങനെ സത്യത്തിലും രജസ്സിനും തമസിന്റെ ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ നേരിടണം, അതിനെ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഹനുമാൻ എന്താണ് ഭക്തി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഓ ജീവിതത്തിൽ ഇതൊക്കെയാണ്, ഞാനിപ്പോ ഇന്ന സ്ഥലത്താണ്, ഞാൻ എങ്ങോട്ട് ചെയ്യണം, എന്താണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇങ്ങനെയാണ് ഞാൻ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെയാണ് അത് നമ്മുടെ ആരോഗ്യത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് കൂടുതൽ ഗുണം ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വ്യാധികൾ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു കാലാണ് കർക്കിടമാസം. അപ്പൊ നമുക്ക് നമ്മുടെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം. രാമായണമൊക്കെ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ സുഗ്രീവനെ പോലെ ആവരുത്, ബാലിയെ പോലെ ആവരുത്, രാവണനെ പോലെയുള്ള ദേഷ്യം അപകടമാണ്. അത് അവിടെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഇസ് ആംഗർ മാനേജ്മെന്റ് എന്നുള്ളതാണ്. രാവണനിൽ നിന്ന് പഠിക്കുന്നത് ആംഗർ, ഈഗോന്മാരെയൊക്കെ ആവുമ്പോൾ കുംഭകർണനിൽ പഠിക്കുന്നത് വാട്ട് ഇസ് ഡിപ്രഷൻ. ഒരു ഡിപ്രഷൻ ബാധിച്ച ആളുടെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കുംഭകർണനെ കുറിച്ച് വായിച്ചാൽ ഡിപ്രഷൻ ആണ് നമ്മൾ ഉയരേണ്ടത് എന്ന് പഠിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് എന്ന് പഠിക്കുന്നു. ഞാൻ ബാലിയാവരുത്, സുഗ്രീവനാവരുത്, കുംഭകർണനാവരുത്, രാവണനാവരുത്, ഞാൻ എന്താവണം. അപ്പൊ എന്റെ ചിന്തകൾ എങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വിടണം. അവിടെയാണ് നമുക്ക് സാത്വികമായ ഭാവങ്ങളെ കുറിച്ചുള്ള ചിന്ത വരിക. അതേപോലെ സാത്വികമായ അല്ലെങ്കിൽ റിയാലിറ്റി, സാത്വികം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റിയാലിറ്റി, അതാണ്. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. ഇതൊക്കെ ഉള്ളതാണ്. മഴക്കാലായാൽ മഴ വരും, രോഗങ്ങൾ വരും, ആധികൾ വരും, വ്യാധികൾ വരും. അത് വിചാരിച്ചിട്ട് നിരാശപ്പെട്ടോണ്ട് കാര്യമില്ല. ഞാൻ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും. മഴ കഴിയും, കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരും, സ്പ്രിങ് വരും, ഓണം വരെ, കർക്കിടകം കഴിഞ്ഞു, ഉടനെ ചിങ്ങമാസം വന്നു, ഓണം വന്നു, ഏറ്റവും സന്തോഷമുള്ള കാലം വരെ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം, ഇതൊക്കെ കഴിയും, ഈ ഒരു ഘട്ടം കഴിയും, ഇതിലേറെ നല്ലൊരു ഘട്ടം നമുക്ക് വരും എന്ന് മനസ്സിലാക്കി അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക, ബുദ്ധിയെ കൊണ്ടുപോവുക. മനസ്സിനെ മാത്രം പോരാ, നമ്മുടെ ശരിയായ ബുദ്ധിയുടെ പ്രവർത്തനം അവിടെ കൊണ്ടുവരിക എന്നൊക്കെയുള്ളത് വളരെ പ്രധാനം. പിന്നെ രോഗങ്ങളെ കുറിച്ച് അധികം ചിന്തിച്ചിരിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുക. ചിന്തകൾ രോഗങ്ങളെ കുറിച്ച് ആവരുത്, ആധികളെ കുറിച്ച് ആവരുത്. നേരെ മറിച്ച് അത് ശുഭ കാമനകളായിരിക്കണം, പ്രത്യാശകളും ആയിരിക്കണം. അല്ലാതെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം പറ്റില്ല. അതുകൊണ്ട് ആ രീതിയിലേക്ക് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മഴയാണ് പുറത്ത്, ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം, ഓ നിരാശയായി അല്ല, എനിക്ക് ഇന്നത്തെ എന്റെ അവസ്ഥ എന്താ, ആരോഗ്യത്തിന്റെ ഇന്നത്തെ എന്റെ ദഹനത്തിന്റെ അവസ്ഥ എന്താ, ഇന്നത്തെ എന്റെ ബലത്തിന്റെ അവസ്ഥ എന്താ, അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാം. മോശമാണെങ്കിൽ അതിനെ ഇങ്ങനെ നന്നാക്കി എടുക്കാം. ഇന്നലത്തേക്കാ കുറച്ച് നന്നായി നിൽക്കെങ്കിൽ നാളെ കുറച്ചും കൂടെ എങ്ങനെ, നാവൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ പൊതുവെ നോക്കും, ദഹനത്തിനെയൊക്കെ മനസ്സിലാക്കാൻ നാവിന്റെ കോട്ടിങ്ങുകളൊക്കെയാണ് നോക്കുക. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എന്റെ ദഹനം ഇന്ന് നല്ലതാണോ, എന്ന് എനിക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുമോ, കഴിച്ച ആഹാരം കൃത്യമായിട്ട് ദഹിച്ചുവോ, ദഹനം കഴിഞ്ഞ് വേണ്ട രീതിയിൽ അത് ശരീരത്തിൽ നിന്ന് മലമായി വിസർജിക്കപ്പെട്ടുവോ, ഇങ്ങനെ നോക്കി അതെ ഇതൊക്കെ ശരിയായിട്ടാണെങ്കിൽ എന്റെ ആരോഗ്യം ഭേദമാണ്, നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും ശരിയായിട്ടല്ലെങ്കിൽ എന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം, എന്റെ ഭക്ഷണം എങ്ങനെ ശ്രദ്ധിക്കണം, എന്റെ വ്യായാമം ഞാൻ എങ്ങനെ ശ്രദ്ധിക്കണം, എന്റെ ചിന്ത ഞാൻ എങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നാളെ മഴയാണ്, യാത്രയുണ്ട്, അതിന് ഞാൻ എങ്ങനെ, എല്ലാ യാത്രയും എനിക്ക് നാളെ പോകാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനു വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, കർക്കിടക മാസമാണെങ്കിലും മഴക്കാലമാണെങ്കിലും പനിയാണെങ്കിലും ഇനി മഞ്ഞപ്പിത്തമാണെങ്കിലും മലേറിയ ആണെങ്കിലും
എല്ലാവരും ഒരു മരുന്നങ്ങ് കഴിക്കും. കാരണം കഴിഞ്ഞ കൊല്ലം ഏതോ ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ കൊടുത്തു. ഒരിക്കലും അത് ചെയ്യരുത്. എനിക്ക് എന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്ന് എന്താണ് എന്ന്, കാരണം നമ്മളെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഈവൻ ഒരു നല്ല ഡോക്ടറാണ്, ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് രോഗം ബാധിച്ചാൽ ശരീരം ക്ഷീണമാവുമ്പോൾ മനസ്സും ക്ഷീണമാവും. അപ്പൊ നമുക്കൊരു തീരുമാനമെടുക്കാൻ, ഒരു മരുന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മൾ അസസ് ചെയ്യുന്ന ആള് വീക്കായിട്ടിരിക്കുകയാണെങ്കിൽ ആ അസസ്മെന്റിൽ വേണ്ട ഇല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ, അവനവൻ വീക്കാണെങ്കിൽ ഒരിക്കലും സ്വയം ചികിത്സിക്കരുത്. അത് എത്ര തന്നെ അറിവുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ ഉപയോഗിക്കാം. ഓരോരുത്തരും പറയുന്നത് കേട്ട് മരുന്നുകൾ കഴിക്കാതിരിക്കുക. രോഗത്തിനെക്കുറിച്ചും രോഗിയെക്കുറിച്ചും രോഗിയുടെ പ്രകൃതിയെക്കുറിച്ചും ആ രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ആ അവസ്ഥയുടെ രോഗിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെയും മനസ്സിലാക്കിയിട്ട് വേണം പ്രിസ്ക്രിപ്ഷനിലേക്ക് എത്താൻ. അപ്പോ എല്ലാവർക്കും പനിയാണെങ്കിലും എല്ലാവർക്കും ഒരേ മരുന്നായിരിക്കില്ല വേണ്ടത്, ഒരേ ഡോസ് ആയിരിക്കില്ല വേണ്ടത്. അപ്പൊ അത് എങ്ങനെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായി ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത് മുൻകരുതലുകൾ എടുക്കുക. അതായത് വെള്ളം കുടിക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്തുക. ഇപ്പൊ വീട്ടിൽ 2 ആൾക്ക് പനി വന്നു, ഉടനെ തന്നെ എല്ലാവരും ഭക്ഷണം കുറേയും കൂടി ലഘുവായിട്ടുള്ള ഭക്ഷണമാക്കുക. ചുക്കും പനിക്കൂർക്കയും ഒക്കെയുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഔഷധകഞ്ഞി കുറച്ച് ദിവസവും ഉപയോഗിക്കുക. നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ശീലം ഉണ്ടാക്കുക. അതേപോലെ തന്നെ പനിയുള്ളവരുടെ അടുത്തേക്ക് വളരെയധികം പോവാതിരിക്കുക. വേണ്ട തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുക. വീട് വേണ്ട പോലെ പുകയ്ക്കുക. ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്. മരുന്ന് എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതല്ല. അതൊഴിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യുകയും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ അതിന്റെ അധികാരി ആരാണോ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മഴക്കാലാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഭക്ഷണം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മുടെ നിരന്തരമായിട്ട് ആചരിച്ചു വരുന്ന ആചാരങ്ങള്, നമ്മുടെ വിചാരങ്ങള്, ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ മാറ്റങ്ങളെ മനസ്സിലാക്കുക. എന്നിട്ട് വളരെ ശ്രദ്ധയോടുകൂടി എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ഉപായവുമായിട്ട് വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിലൊരുപാട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു മാം, താങ്ക് യു. തീർച്ചയായിട്ടും പ്രതിരോധത്തിന് ഒത്തിരി സാധ്യതയുള്ള ഒരു കാലഘട്ടം, അതേപോലെ തന്നെ രോഗപ്രതിരോധത്തിന് ഒത്തിരി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ കർക്കിടകത്തെ വിശേഷിപ്പിക്കാമെന്ന് മാമിന്റെ ടോക്കിലൂടെ മനസ്സിലായി. അതുപോലെ രോഗത്തിന്റെ സാധ്യതകളെ മാറ്റുന്നതിനേക്കാൾ നമ്മുടെ വ്യക്തിപരമായ രോഗപ്രതിരോധ ശക്തി ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് തന്നെയാണ് ഏറ്റവും പ്രയോജനകരം. അപ്പൊ അതിനെല്ലാമുള്ള ഒരു പ്രത്യേകതയുള്ള കാലഘട്ടമായിട്ടാണ് കർക്കിടകത്തെ നമ്മൾ കാണുന്നത്. സോ കർക്കിടകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. മാഡം, ഞാൻ ജോസഫ് കോരുള, കോട്ടയം നിവാസിയാണ്. എനിക്കൊരു പ്രശ്നത്തില കനത്ത ആസ്മയുണ്ട്. അന്ന് അത്രയും വലിയ പ്രയാസമുള്ളതല്ല. ഞാൻ ഹോമിയോ മരുന്ന് കൊണ്ടും ആയുർവേദ മരുന്ന് കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്നെ പോലെയുള്ള വ്യക്തികൾക്ക് അഭ്യംഗം അനുവദനീയമാണോ? കാരണം ഞാൻ ഇപ്പം ഇത് തുളസി സംതിങ് ആ ഒരു എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അഭ്യംഗം നിരന്തരമായി ചെയ്യുന്ന ആളെ എല്ലാ വർഷവും ചെയ്ത് 2 വർഷമായിട്ട് മുടങ്ങിപ്പോയി. അപ്പോഴ് പ്രത്യേകമായിട്ട് അതിന് പരിരക്ഷ വെക്കണം. കാരണം തലയിലൊക്കെ ഒഴിക്കുമ്പം ഒരു മണിക്കൂർ തേച്ച് നിൽക്കുമ്പം പിന്നെ നീർക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും അതിന് പ്രത്യേക സംരക്ഷണം എടുക്കണോ? ദയവായിട്ട് പറയാമോ? എന്റെ അഭിപ്രായത്തില് ഈ തരത്തിലുള്ള ശ്വാസമുട്ടുകൾ വരുന്ന സമയത്ത് ഒരു പ്രത്യേക എണ്ണ ശീലിച്ചു വരുന്ന വ്യക്തികൾക്ക് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും ബുദ്ധിമുട്ട് വരില്ല.
അപ്പൊ 1 മണിക്കൂറൊക്കെ തേച്ച് നിക്കലും മഴക്കാലത്ത് പൊതുവെ വേണ്ട. എണ്ണ തേക്കുന്നു, നമ്മള് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് കുളിക്കുകയാണ് മഴക്കാലത്തെ സംബന്ധിച്ച് നല്ലത്. കൂടുതൽ നേരം വേണ്ട. അതേപോലെ പുതിയ എണ്ണകള് അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ ഏറ്റവും സേഫ് അല്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ് മഴക്കാലം. അപ്പൊ നമ്മൾ വേറെ ആൾ എണ്ണ തേക്കുന്നുണ്ട്, തുളസി തൈലം തേച്ചു, നല്ല റിസൾട്ട് ഉണ്ട്, ഞാൻ തേക്കാം. അങ്ങനെ തേച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ, നമുക്കത് യോജിക്കുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ആ എണ്ണ കുറെ നാളുകളായിട്ട് തേക്കുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് തേക്കാം, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ വളരെയധികം നേരം നിൽക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ധാന്വന്തരം വെച്ചിട്ട് മിക്സ് ചെയ്ത എണ്ണയാണ് എന്റെ വൈദ്യർ തരുന്നത്. ധാന്വന്തരം കുഴമ്പ് ദേഹത്ത് തേക്കും. പിന്നെ ഈ തലയിൽ പെട്ടുന്നതിന് മാത്രമാണ് എനിക്ക് ഈ പ്രശ്നം. ബാക്കി കുഴപ്പമില്ല, ധാന്വന്തരം ദേഹത്ത് തേക്കുന്ന കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ബാക്കി 7 ദിവസം തേച്ചാൽ ബാക്കി 7 ദിവസം വിശ്രമിക്കും. പരിപൂർണ്ണ വിശ്രമം. ഞാനങ്ങ് പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇതിലെ വൈദ്യനിർദ്ദേശപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തരത്തിലും പരിഭ്രമിക്കേണ്ടതില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു തരത്തിലും നിങ്ങൾ പരിഭ്രമിക്കേണ്ട. എങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത് അതുപോലെ ചെയ്തോളൂ. ദേഹത്ത് 1 മണിക്കൂർ തേച്ച് നിന്നോളൂ, ഒരു പ്രശ്നമില്ല. തലയിൽ തേക്കുമ്പോൾ വീട്ടിലാവുക, നമ്മൾ അത് കഴിഞ്ഞാൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാലാവസ്ഥയിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ അധികം നേരം നിൽക്കണ്ടെന്നേ ഉള്ളൂ. നമ്മളെ വീട്ടില് പൂർണ്ണമായും വിശ്രമത്തോടു കൂടി ആവുമ്പോൾ എങ്ങനെയാണോ ഡോക്ടർ പറഞ്ഞു തന്നത് അതുപോലെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ എന്റെ ഒരു ചെറിയ ടിപ്പ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അല്ലാതെ ദശപുഷ്പം നമ്മുടെ നാട്ടിലെ വിഷ്ണുക്രാന്തി മാത്രം കിട്ടുന്നില്ല. അത്രയും സാധനങ്ങള് വെള്ളത്തിലിട്ടിട്ട് അത് ഒരാഴ്ചയിൽ അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കത്തില്ല, അത് വെള്ളത്തിലിട്ട് വെക്കുന്നില്ല. ആ വെള്ളം കുടിക്കും. പക്ഷേ അത് ചൂടുവെള്ളത്തിലാണോ? വെറും വെള്ളം, സാധാ പച്ചവെള്ളത്തില മാഡം. എന്നിട്ട് ഫ്രിഡ്ജ് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളെ കുടിക്കുന്ന സമയത്ത് അത് പുറത്തെടുക്കും. അപ്പൊ ടെമ്പറേച്ചർ മാറ്റിയിട്ട് കുടിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് വെളുപ്പിന് ഒരു 4 മണിക്കെല്ലാം പുറത്ത് വെച്ചിട്ട് ഒരു 6 മണിക്ക് കുടിക്കും. അപ്പൊ ടെമ്പറേച്ചർ മാറുമല്ലോ. അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് ഒരു അനുഭവത്തിൽ ഇപ്പം ഈ 2-3 വർഷമായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒരു പനി, സാധാരണ ഉണ്ടാകുന്ന പനിയൊന്നും ഉണ്ടാകാറില്ല, അടുക്കുന്ന പോലും ഇല്ല ആ സമയത്തൊക്കെ. ശരിക്കും നല്ലൊരു രോഗപ്രതിരോധം കിട്ടിയ. പക്ഷെ അതിന്റെ മറ്റേ യോഗമുണ്ടല്ലോ, ഈ 10 ഇല കിട്ടാത്തതിന്റെ ആ ഒരു പ്രയാസമുണ്ട്. കാര്യം അതുകൊണ്ടുള്ള അപ്പൊ പിന്നെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ പരീക്ഷിച്ച് ചെയ്തിട്ടുള്ളതാണ്. താങ്ക് യു ഫോർ റെക്കമെൻഡിങ് ദാറ്റ് പർട്ടിക്കുലർ ടിപ്പ് വൺസ് അഗെയിൻ. മരുന്നുകള് നമ്മൾ ഇന്നത്തെ കാലത്ത് വെറുതെ പറമ്പിൽ പോയി പറിക്കാൻ കിട്ടുന്നില്ല പലതും. കാരണം പല സ്ഥലത്തും വൃത്തിയാക്കലിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളൊക്കെ അത് വളർത്തി തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് വേണ്ട അവസരത്തിൽ കിട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞതിനോട് ഫ്രിഡ്ജിൽ വെക്കുന്നത് വേണോ എന്ന് മാത്രമേ എനിക്ക് ആശങ്കയുള്ളൂ. ബാക്കിയൊക്കെ വളരെ നല്ലതാണ്. നമസ്കാരം, കേൾക്കാവോ? നമസ്കാരം, പറയൂ സർ. നമസ്കാരം, എന്റെ പേര് ഗോപകുമാറാണ്. കേൾക്കാവല്ലോ? കേൾക്കാം. ഇപ്പോഴ് ഈ തൊഴിലുറപ്പുകാരുടെ പ്രശ്നം കൊണ്ടാണ് പല ചെടികളും പല ഔഷധങ്ങളും കിട്ടാത്തത്. അവര് നടന്ന് സഹൃദം അടുത്ത് അവർക്കറിയില്ല, കാണുന്ന എല്ലാ അർത്ഥവും മൂലം ഔഷധമെന്നാണ്. ഔഷധമല്ലാത്ത ഒറ്റ ചെടി ലോകമില്ല. ആര് എപ്പോൾ എങ്ങനെ ഏത് രീതി കഴിക്കണമെന്ന് അറിയാവുന്നവര് ബന്ധപ്പെട്ട് മാത്രമേ കഴിക്കാവുള്ളൂ മാത്രമേ. ഇപ്പൊ പിണ്ണതൈലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴ സമയമാണ്, തണുപ്പ് സമയമാണ്. ഇപ്പൊ ഈ ആളുകൾ പിണ്ണതൈലമാണ് ശരീരത്തിൽ മൊത്തം തേക്കുന്നെങ്കിൽ ആളുകൾ കൂടുതൽ തണുത്ത പ്രകൃതക്കാരാണെങ്കിൽ കൂടുതൽ തണുപ്പുണ്ടായി രോഗം കൂടുതൽ മൂർച്ഛിക്കത്തേ ഉള്ളൂ. അപ്പൊ അവരത് സൂക്ഷിച്ച് അതനുസരിച്ച് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അറിയാവുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ കഴിക്കാവുള്ളൂ പറഞ്ഞത്. ആയുർവേദം ഒരിക്കലും ഒരു ഔഷധശാസ്ത്രമല്ല, ഒരു ജീവശാസ്ത്ര ആരോഗ്യശാസ്ത്രം. അതനുസരിച്ച് വേണം മരുന്ന് കഴിക്കാൻ. അതുപോലെ ഈ കർക്കിടക മാസത്തെ മുരിങ്ങ കർക്കിടക മാസം ശുദ്ധമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുരിങ്ങയില. അന്തരീക്ഷത്തിലുള്ള ഈ ടോക്സിക്കിനെ മൊത്തം വലിച്ചെടുത്തിട്ട് ആ മുരിങ്ങയിലയിൽ അതിനകത്ത് സേവിക്കും. അത് കാരണം അതറിയണമെങ്കിൽ വിഷാംശം കളയാനും അന്തരീക്ഷം ശുദ്ധീകരിക്കാനും മുരിങ്ങയില ഏറ്റവും നല്ലതാണ്. പൊതുവെ ആയുർവേദം എന്ന് പറയുന്നത് ശരീരത്തിന് നല്ലതാണ്. പക്ഷെ അതറിയാവുന്നവർ ബന്ധപ്പെട്ട് കഴിക്കാതെ മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം. നല്ല ക്ലാസ്സാണ്, കുറെ കാര്യങ്ങൾക്ക് അറിയാൻ സാധിച്ചു. നന്ദി, നമസ്കാരം. ഡോക്ടറെ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഗോകുമാർ സാർ പറഞ്ഞത് ക്ലിയർ ആയില്ല. ഞാൻ ചോദിക്കാനിരുന്നൊരു ചോദ്യം ഇതാണ്. കർക്കിടക മാസത്തിൽ ഈ മുരിങ്ങയില ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട്. എന്താണ് അതിന്റെ രഹസ്യം? അതായത്
കർക്കിടക മാസത്തിൽ സാധാരണ നമ്മൾ മുരിങ്ങയുടെ ഇല ഉപയോഗിക്കില്ല. കാരണം അതിലെ ചില ആൽക്കലോയിഡ്സിലൊക്കെ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് അത്ര തന്നെ ഗുണം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഓക്കെ. സാർ പറയും. മാഡം നമസ്കാരം. മാഡം, എന്റെ പേര് ശശികല. നമുക്ക് ഈ നമസ്കാരം, സ്ഥിരമായി പറയൂ. ചില എണ്ണകൾ തേക്കുമ്പോ തലനീര് ഇറക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവോയ്ഡ് ചെയ്യാവുന്ന എണ്ണകള് ഉണ്ടോ? അത് നമുക്ക് തണുപ്പുള്ള എണ്ണയാണോ ഉണ്ട്. ഉപയോഗിക്കാതിരിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? അങ്ങനെയില്ല. ഓരോ മരുന്നിന്റെയും ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മളിപ്പോ ഒരു എണ്ണ കാച്ചുമ്പോ നമ്മളിപ്പോ ഇന്ന് പറയുന്ന ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെയുള്ള തുളസി തൈലം പോലെയുള്ളത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള നമ്മള് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന നീലി, ഭൃംഗാദി, കഞ്ഞുണ്ണി, ഇതൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ അതുപോലെ ഓരോ എണ്ണയിലും അനവധി തരം മരുന്നുകളുണ്ട്. ചിലതിൽ 10 എണ്ണായിരിക്കും, ചിലതിൽ 40 എണ്ണായിരിക്കും. അങ്ങനെ ഓരോ യോഗത്തിനും വ്യത്യാസമുണ്ട്. അപ്പൊ അതിലെ ഇൻഗ്രീഡിയൻസിനനുസരിച്ച് അത് ആ വ്യക്തിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വരും. അപ്പൊ എല്ലാവർക്കും എല്ലാ എണ്ണയും നീർപ്പിടുത്തം കിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ എണ്ണയും നീരിറക്കം ഉണ്ടാക്കില്ല. അപ്പൊ അത് വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവനവന് യോജിക്കുന്ന എണ്ണ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അത് ഫലം കിട്ടുന്നത് കാണാറില്ല. ഓക്കെ മാഡം, താങ്ക് യു. സെൻസറാണ് പൊതുവെ നമ്മുടെ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്ന വ്യാഴാഴ്ച പ്രോഗ്രാം സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രത്യേകിച്ച് കർക്കിടകമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു സെൻസറും തൃശ്ശൂർ തന്നെയാണ്. പരിചയമുണ്ടോ നിങ്ങള്? കണ്ണൂരാണോ? ഓ സോറി സർ. ഓക്കെ സർ, പറയും. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ പൊതുവെ ആയുർവേദം ആയിട്ട് അങ്ങനെ ഒരുപാട് ബന്ധമൊന്നുമില്ല. ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് ഇപ്പം സാബു സാർ പറഞ്ഞില്ലേ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇന്ന് സംസാരിച്ചത് മുഴുവനായിട്ട് ഹോളിസ്റ്റിക് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള, മനസ്സും ശരീരവും അതുപോലെ തന്നെ ഈവൻ ആത്മാവും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. അതിൽ തന്നെ പൊതുവെ എന്റെ ടോപ്പിക് ന്യൂട്രീഷൻ ആയതുകൊണ്ട് അതിൽ പറഞ്ഞ ഒരു പ്രത്യേക പോയിന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നമ്മൾ കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരത്തിന് അത് പിടിച്ചു എന്നർത്ഥമില്ല. നല്ലൊരു ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് സമയത്തായാലും, അതിപ്പോ കർക്കിടകത്തിന്റെ സമയത്തും നമ്മൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ ഇങ്ങനെ എന്നുള്ളതിന്റെ ഒരു ശരിയായ ഉത്തരം അത് തന്നെയാണ്. മരുന്നായാലും ഈവൻ വിഷമായാലും അല്ലെങ്കിൽ ഭക്ഷണമായാലും നമ്മുടെ ശരീരത്തിന് അത് പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് പിടിക്കുന്ന പോലെ നമുക്ക് പിടിക്കണമെന്നില്ല. കുറെ പുതിയ കാര്യങ്ങളുണ്ടായിരുന്നു. നല്ലൊരു ഒഴുക്കും ഉണ്ടായിരുന്നു. തുടക്കം മഴയിൽ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പം കാണുന്ന ശരിയായ മഴയിൽ തുടങ്ങിയിട്ട്, ഇപ്പൊ കാണുന്ന മഴയല്ലല്ലോ, അതിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ആരോഗ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു ഫുള്ള്. ഞാൻ ഓൾറെഡി ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട്, സാധാരണ ഈ 7 മണി സെഷൻ ഞാൻ എല്ലാ ദിവസങ്ങളിലും നടക്കാറുണ്ടെങ്കിലും എനിക്ക് ഫ്രീ ടൈം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. അപ്പൊ ഇന്നിപ്പോ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈമും ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ? എനിബഡി എൽസ്? കർക്കിടകമാണ്, കർക്കിടകം തീരാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമുക്ക് പഴയ കാലത്തുള്ള ആരോഗ്യ രോഗങ്ങളല്ല ഇപ്പോഴുള്ളത്. രോഗങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ വന്നു. മ്യൂട്ടേഷൻ എന്നൊക്കെ പുതിയ പേരുകളിലൂടെയൊക്കെ അറിയപ്പെടും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള സംശയങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ സാർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. അനിൽകുമാർ സാർ? വേറെ ആർക്കെങ്കിലും? മാഡം, പിന്നെ കർക്കിടക മാസത്തിൽ ചിലര് ഉള്ളി ലേഹ്യം പിന്നെ ഉലുവ ലേഹ്യം ഒക്കെ കഴിക്കുന്നവരുണ്ട്. അത് എല്ലാവർക്കും കഴിക്കാവോ? അതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് മാഡം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഈ ഉള്ളിലേഹ്യം എന്നുള്ള സാധനം കേരളത്തിന്റെ പല വശത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാരണ പല ജില്ലകളിലും അല്ലെങ്കിൽ ഒരു ജില്ലയുടെ തന്നെ പല സ്ഥലങ്ങളിലുള്ളവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേഹ്യത്തിന്റെ കൂട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതില് കോമൺ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ എല്ലാവരും ചുമന്ന, നമ്മൾ പറയുന്ന ചെറിയ ചുമന്ന ഉള്ളി, വെളുത്തുള്ളിയും നാളികേരപ്പാലില് ഇട്ട് വറ്റിച്ച് ആണ് ഉപയോഗിക്കുന്നത്. അതില് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളിയുടെ ഭയങ്കരമായ ഒരു തീക്ഷ്ണ സ്വഭാവം കുറയ്ക്കാൻ നാളികേരപ്പാല് സഹായിക്കും. അതുപോലെ തന്നെ വാദത്തിന്റെ രോഗങ്ങളിലൊക്കെ നല്ലതാണ്.
പക്ഷെ അതിന് ഒരേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, ദഹനക്കുറവ് ഉണ്ടെങ്കിൽ കഴിക്കരുത്. അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും തരത്തില് ദഹനക്കുറവ് നമുക്ക് മനസ്സിലായാൽ ദഹനത്തിനെ വേണ്ടത്ര ഇംപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. കാലാവസ്ഥയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേദനകൾക്ക് വളരെ മാറ്റം വരുന്നുണ്ട്. ജോയിന്റ് പെയിന് അല്ലെങ്കിൽ ജലദോഷം വരുന്നവർക്കൊക്കെ നല്ലോണം മാറ്റം വരുന്ന കാണാം. പിന്നെ അൾസറുള്ളവരും വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല. അൾസറുള്ളവർ ഉലുവലേഹ്യത്തെ ഉലുവയും നല്ലതാണ്. ഉലുവലേഹ്യവും ഇതേപോലെ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഉലുവ എന്നുള്ള മരുന്ന് ഈ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. അത് ലേഹമായിട്ടാവാം, ചൂർണമായിട്ടാവാം, കഷായമായിട്ടാവാം, മറ്റു മരുന്നുകളുടെ കൂട്ടത്തിലാവാം. ഉപയോഗിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉലുവയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലേ? ഓ, അതേപോലെ താങ്ക് യു ഔഷധക്കഞ്ഞിയുടെ മാഡം. ഒരു ഘടകം ഉലുവ തന്നെയാണ്. എനിക്കൊരു സംശയം. സാറേ പറയൂ സാർ, പറയൂ. ഞാന് ഒരു 2-3 ആഴ്ച ജില്ലാ ആശുപത്രി ആയുർവേദത്തിൽ നടുവേദനയായിട്ട് തിരുമ്മി കിടന്നു. അത് കഴിഞ്ഞ് 1 മാസത്തിനുണ്ടാക്കി എനിക്ക് ഡിസ്ക് ബൾജിങ് ഉണ്ടായി MRI എടുത്തപ്പോൾ. കാരണം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ ഒരു മരണം സംബന്ധിച്ചുണ്ടായി. ഞാൻ അവിടെ യാത്ര ചെയ്യേണ്ടി വന്നു. അതെല്ലാം വലിയ കാര്യമായിട്ടൊന്നും ജോലി ചെയ്തൊന്നുമില്ല. ഇപ്പം എനിക്ക് ഡിസ്ക് ബൾജിങ് കൊണ്ട് എൻ്റെ ഇടത്തെ കാലിന് ഭയങ്കര വേദനയാണ്. അപ്പം ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം അത് സർജറി വേണമെന്ന് പറഞ്ഞു. ഡിസ്ക് അത് ചാടി ഇങ്ങനെ തള്ളി നിൽക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു പരിചയമുള്ളൊരു അലോപ്പതി ഡോക്ടർ പറഞ്ഞു അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 1 മാസത്തിലധികമായിട്ട് അലോപ്പതി ചികിത്സയിലാണ്, കിടപ്പാണ്, കംപ്ലീറ്റ് റെസ്റ്റാണ്. ഇടയ്ക്ക് വെയിറ്റ് കൂട്ടുന്നുണ്ട്, എന്നാലും വേദന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇനി അന്ന് ആയുർവേദത്തിൽ നല്ല ചികിത്സ ഉണ്ടെന്നും ഇങ്ങനെ പറയുന്നത് കേട്ടു. എങ്ങനെയാണ് ഡോക്ടർ? എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ഈ കാര്യം അറിയില്ല. ആയുർവേദ ചികിത്സ എത്ര നാള് അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഏത് ഡിസ്കിനാണ് പ്രൊലാപ്സ്, അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ ചികിത്സിക്കുക. അപ്പൊ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ഡിസ്ക് ബൾജ് വരികയും ആ ഡിസ്ക് ബൾജിനോടനുബന്ധമായിട്ട് സയാറ്റിക് നെർവിന് കംപ്രഷൻ വരികയും അത് അരക്കെട്ട് മുതൽ കാലിലേക്ക് വരെ വേദന വരികയും ചെയ്തു എന്നുള്ളതാണ്. അതെ, അങ്ങനെ തന്നെയല്ലേ സാറേ? അത് ശരിയാണ് ഡോക്ടർ. ശരിക്കും നട്ടലിന്റെ ഡിസ്കിനല്ല കംപ്ലൈന്റ് വരുന്നത്. ഈ താഴോട്ട് അരഭാഗത്തുള്ള താഴോട്ട് പോകുന്ന ആ പാർട്ടിലാണ് പ്രശ്നം വരുന്നത്. സാറിനെ കണ്ടായിരുന്നു. സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ലംബാർ 4 L4 L5 L4 L5 ഒന്നും കുഴപ്പമില്ല, എല്ലാം കറക്റ്റ് ആണ്. താഴെയാണ് പ്രോബ്ലം. ഇടുപ്പിന്റെ ഭാഗത്താണ് കുഴപ്പം. അപ്പം വേറൊരു ഡോക്ടർ പറഞ്ഞത് ഡിസ്ക് ബൾജ് ചെയ്ത് അകത്തോട്ട് കയറുമോ ഇനി എവിടെ ചികിത്സയോട് തന്നെ? ആയുർവേദത്തിലായാലും ഇതുകൊണ്ട് അലോപ്പതിയിലായാലും നമുക്ക് ഡിസ്ക് അകത്തേക്ക് കയറുക എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് അവിടെ ചികിത്സകൾ ചെയ്ത് അവിടുത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കുക, അതിന്റെ ശക്തി കൂട്ടാണ്. അപ്പൊ മസിലിന്റെ പുള്ള് കൃത്യമായിട്ട് വരുമ്പോൾ അതിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടും. പക്ഷെ നമ്മൾ സർജറി ചെയ്ത് മാറ്റി വെക്കുന്ന അത്ര സ്പീഡിലാവില്ല. കാരണം മസിൽ പതുക്കെ പതുക്കെ എലാസ്റ്റിസിറ്റി കൂട്ടിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ആയുർവേദം പ്രിഫർ ചെയ്യാം ഡോക്ടർ. ശരിയായിട്ട് മാറില്ല, 1.5 മാസത്തോളമായി. സമയം അതിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല, തന്നെ മനസ്സിലാക്കാതെ പറയാൻ നമുക്ക് പറ്റില്ല. എല്ലുകളെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് ചികിത്സ ചെയ്യുന്ന ഏതൊരു വൈദ്യനും ചെയ്യാവുന്ന കാര്യമാണ്. ധൈര്യമായിട്ട് ചെയ്തോളൂ. മാഡം ഒരു ചോദ്യം കൂടെ. ജോസഫ് കോരുള്ള, നമ്മുടെ ഈ കർക്കിടക മാസത്തില് വ്യായാമം, യോഗ, നല്ല ഉറച്ചുള്ള നടപ്പ്, അതൊക്കെ നമ്മൾ ലൈറ്റ് ആക്കണോ അതോ അത് പഴയ പോലെ തന്നെ മുൻ മാസങ്ങളെ പോലെ തന്നെ ക്രമീകരിക്കണമോ? സാധാരണ ചെയ്യുന്നത്ര ശക്തിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ കുറയ്ക്കണം. അല്ല, നമുക്ക് ശരീരം അത്രയും ബലമുണ്ട്, നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ശരീരബലത്തിന് അനുയോജ്യമായ രീതിയിലാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നമുക്ക് എന്നും നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നടന്നു വരുമ്പോൾ ക്ഷീണം തോന്നുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇത് എത്രയാണോ നടക്കുന്നത് അതിന് കുറച്ച് കുറയ്ക്കണം.
താങ്ക് യു മാഡം. സാധാരണ ആയുർവേദത്തിൽ നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യം പറയും. ഒന്ന് സാമാന്യം, ഒന്ന് വിശേഷം. അതായത് ഒന്ന് കോമൺ ആയിട്ട് ജനറൽ പ്രിസ്ക്രിപ്ഷൻസ്, മറ്റത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളത്. ഇപ്പൊ ഈ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തി എന്ന ആ ഏത് വ്യക്തിയാണോ ചെയ്യുന്നത് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ചെയ്യുക. അപ്പൊ സ്പെസിഫിക് ആയിട്ട് ആ വ്യക്തിയെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് കൂടുതൽ ആ വ്യക്തിക്ക് അനുഗുണമാവുകയും കൂടുതൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ദേവി മാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കർക്കിടക ചികിത്സയാണ് നമുക്ക് തന്നത്. തീർച്ചയായിട്ടും അത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ ആരോഗ്യത്തിന് അത് പ്രയോജനകരമാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാലത്ത് എടുക്കുന്ന ശ്രദ്ധ അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെയധികം ഗുണകരമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പഴമക്കാർ ഇത്രമാത്രം കർക്കിടകത്തെ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും അല്ലെ കൂടുതൽ ക്രിയാത്മകമായി അതിനെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ പുതിയ കാലഘട്ടത്തില് എന്താ പറയുക, കർക്കിടകത്തിന്റെ കഞ്ഞിയെ കുറിച്ച് മാത്രമുള്ള ഒരു ചിന്തകളിൽ കൂടെയൊക്കെ ആയി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതുപോലും കുറഞ്ഞു പോകുന്ന ഒരു സംശയമുണ്ട്. നേരത്തെ കഞ്ഞിക്കൂട്ടുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒത്തിരി അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാറുണ്ട്. ഇപ്പോഴും അതൊക്കെ സ്വല്പം കുറഞ്ഞു എന്ന് അറിയില്ല. പുതിയ ന്യൂ ജനറേഷൻ വരുന്നതനുസരിച്ചുള്ള ചില മാറ്റങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിവേ കർക്കിടകത്തെ കൂടുതൽ അറിയുകയും അതനുസരിച്ച് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും നിലനിർത്തുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ദേവി മാം നൽകിയ ഈ ക്ലാസ് ഏറ്റവും മനോഹരമായിരുന്നു. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ലലൻ സാർ എന്തെങ്കിലും പറയുന്നു? സാറേ, ദേവി മാം ആദ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്റെ അഴുക്ക് മറ്റവന്റെ പറമ്പിലേക്ക് പൊയ്ക്കോട്ടെ, എന്റെ ഭാഗം ശുദ്ധമാവട്ടെ. അവൻ വലിച്ചെറിയുന്ന അതുമാത്രമാണ് ശുദ്ധി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. തൻ്റെ പരിസരം പൂർണ്ണമായി ശുദ്ധിയായാൽ മാത്രമേ തനിക്കും അതിൻ്റെ അനുഭവം, നല്ല അനുഭവം കിട്ടുകയുള്ളൂ എന്നാണ് ദേവി മാം ശരിക്കും പറഞ്ഞത്, ഉദ്ബോധിപ്പിച്ചത്. ഇത് ഇന്ന് പലരോടും നമ്മൾ പറയുമ്പോൾ അതൊന്നും എൻ്റെ കാര്യമല്ല, പക്ഷെ എൻ്റെ മകൻ ഇതാ കിടക്കുന്നു, അതിന് ഉത്തരവാദി അയാളാണെന്നൊരു ബോധ്യം മാം വാസ്തവത്തിൽ ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഏറ്റവും രസകരമായി, വളരെ സന്തോഷകരമായി പറഞ്ഞു തീർത്ത ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വളരെ നന്ദിയുണ്ട്. ഇനി അടുത്ത കർക്കിടകം വരെ ഒന്നും നോക്കണ്ട, അതിനിടയ്ക്ക് മറ്റേതെങ്കിലും ഒരു വിഷയമായിട്ട്, ആരോഗ്യപരമായ വിഷയമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ നന്ദി. സത്യത്തിൽ കുഴപ്പം എന്റെയാണ്, ഞാൻ വിളിക്കാത്തത് കൊണ്ടാണ് വരാത്തത്. നമ്മളെ ഡെയിലി ഒരു ചട്ടക്കൂടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ പോലത്തെ ഒരു സ്ലോട്ട് നമുക്കില്ല. അപ്പം ഇന്ന് ഞാനിങ്ങനെ യാദൃശ്യമായി കഴിഞ്ഞ ആഴ്ച ദൈവം ഏതൊരു പോസ്റ്റ് എനിക്ക് ഇട്ടിരുന്നു. ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ കർക്കിടകത്തെ കുറിച്ചും ഒക്കെ ഓർത്തത്. ഞാൻ പെട്ടെന്ന് വിളിച്ചത്. ഓക്കെ, താങ്ക് യു. തീർച്ചയായും ഇനിയും മാനസികാരോഗ്യത്തിന്റെ തലത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ വളരെ വലുത് തന്നെയാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു മാം.